السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അൽ ഹാഫിദ് അൻ-നവവി റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ അൽ അർബഊനാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് 10ാമത്തെ ഹദീസാണ് നമുക്കിന്ന് വായിക്കാനുള്ളത്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രേഷ്ഠനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ത്വയ്യിബ, നല്ലവനാണ്. ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, അവൻ നല്ലതല്ലാതെ സ്വീകരിക്കുകയില്ല എന്നാണ് ഈ ഹദീസിലുള്ളത്. ഈ ഹദീസിന് ബാക്കിയുണ്ട്. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ ഏറ്റവും മഹത്തരമായ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ പഠിപ്പിക്കുന്ന 4 ഹദീസുകളിൽ 4ാമത്തേതായി ഇത് എണ്ണിയിട്ടുണ്ട്. 3 ഹദീസുകൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്തും മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. അതുപോലെ ഇന്നൽ ഹലാല ബയ്യിൻ വ ഇന്നൽ ഹറാമ ബയ്യിൻ. നമ്മൾ ഇതിനകം പഠിച്ചിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള ഹദീസുകളാണ്. അതുപോലെ തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ദീനിന്റെ അടിസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണ് ഈ ഹദീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കേൾക്കുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കത് ബോധ്യപ്പെടുന്നതാണ്. എന്താണ് ഇതിൽ പറയുന്നത്? ഇന്നല്ലാഹ ത്വയ്യിബുൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ത്വയ്യിബാണ്, നല്ലവനാണ് എന്നാണ് പറയുന്നത്. അല്ലാഹു തആല ത്വയ്യിബാണ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ഒന്ന്, റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് യാതൊരുവിധ ന്യൂനതകൾ അവന്റെ അസ്തിത്വത്തിലില്ല. ഒരു കുറവുകളോ ന്യൂനതകളോ അവന്റെ അസ്തിത്വത്തിലില്ല. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, റബ്ബുനാ ത്വയ്യിബുൻ ഫീ ദാതിഹി. നമ്മുടെ റബ്ബ്, അവന്റെ അസ്തിത്വം അത് ത്വയ്യിബാണ്, നല്ലതാണ്. മുനസ്സഹുൻ അനിൻ നഖായിസി വൽ ഉയൂബി ഫീ ദാതിഹി, അവന്റെ അസ്തിത്വത്തിൽ യാതൊരു രൂപത്തിലുള്ള കുറവുകളോ ന്യൂനതകളോ ഇല്ല. ത്വയ്യിബുൻ ഫീ അസ്മാഇഹി, അവന്റെ നാമങ്ങളും നല്ലതാണ്. ഫലഹു അൽ അസ്മാഉൽ ഹുസ്ന, ഏറ്റവും നല്ല നാമങ്ങൾ അവനുണ്ട്. മുനസ്സഹുൻ അനിൽ ഉയൂബി വൻ നഖായിസി ഫീ അസ്മാഇഹി, അവന്റെ നാമങ്ങളിൽ യാതൊരു രൂപത്തിലുള്ള ന്യൂനതകളോ കുറവുകളോ ഇല്ല. ത്വയ്യിബുൻ ഫീ സിഫാത്തിഹി, അവന്റെ സിഫാത്തുകൾ, വിശേഷണങ്ങൾ അത് ഏറ്റവും മുന്തിയതാണ്, നല്ലതാണ്. ഫലഹു അസ്സിഫാത്തുൽ ഉല, ഉന്നതമായ വിശേഷ ഗുണങ്ങൾ, വിശേഷണങ്ങൾ അവനുണ്ട്. മുനസ്സഹുൻ അനിൽ ഉയൂബി വൻ നഖായിസി ഫീ സിഫാത്തിഹി, എല്ലാ രൂപത്തിലുള്ള കുറവുകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും അവന്റെ വിശേഷണങ്ങൾ മുക്തമാണ്. ത്വയ്യിബുൻ ഫീ അഫ്ആലിഹി, അവന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ലതാണ്. ലാ യുസ്അലു അമ്മാ യഫ്അൽ, അവൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. മുനസ്സഹുൻ അനിൽ ഉയൂബി വൻ നഖായിസി ഫീ അഫ്ആലിഹി, അവന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ എല്ലാ രൂപത്തിലുള്ള ന്യൂനതകളിൽ നിന്നും അതുപോലെ തന്നെ കുറവുകളിൽ നിന്നും മുക്തമായതാണ്. ത്വയ്യിബുൻ ഫീ ശർഇഹി, അവന്റെ ദീനിന്റെ നിയമങ്ങൾ ഏറ്റവും നല്ലതാണ്. മുനസ്സഹുൻ അനിൽ ഉയൂബി വൻ നഖായിസി ഫീ ശർഇഹി, അവന്റെ ദീനിന്റെ നിയമങ്ങളിൽ യാതൊരുവിധ ന്യൂനതകളോ കുറവുകളോ ഇല്ല. ഇതെല്ലാം ഇന്നല്ലാഹ ത്വയ്യിബുൻ എന്ന് പറയുന്നതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ്. മഹത്തരമായ നാമങ്ങളും വിശേഷണങ്ങളും അവന്റെ പ്രവർത്തനങ്ങളുമെല്ലാം സഹോദരങ്ങളെ ത്വയ്യിബാണ്. ശരി, ഇന്നല്ലാഹ ത്വയ്യിബുൻ എന്ന് പറയുമ്പോൾ ഈ ത്വയ്യിബ് എന്നുള്ള വാക്ക് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്മാണോ, അവന്റെ നാമമാണോ? അതല്ല റബ്ബിന്റെ വിശേഷണമാണോ? അതല്ല റബ്ബ് സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അറിയിക്കുന്ന ഒരു ഖബറാണോ? അല്ലാഹു നല്ലവനാകുന്നു എന്ന് അറിയിക്കുന്ന ഒരു ഖബറാണോ എന്നതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസം പറഞ്ഞത് കാണാൻ സാധിക്കും. ചിലർ പറഞ്ഞു ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു നാമമാണ്. അല്ലാഹു അർ റഹ്മാനാണ്, അർ റഹീമാണ് എന്നെല്ലാം പേരുള്ളതുപോലെ അല്ലാഹു ത്വയ്യിബാണ്, അത് അവന്റെ നാമമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാമത്തിന് അതിൻ്റെ അഹ്കാമുകളെല്ലാം, വിധിവിലക്കുകളെല്ലാം അതിൽ ഉൾക്കൊള്ളുന്നതാണ്. അതിൽപ്പെട്ടതാണ് ഓരോ നാമത്തിനും അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സിഫത്ത് ഉണ്ടാകും, വിശേഷണം ഉണ്ടാകും. റഹ്മാൻ, കാരുണ്യവാൻ എന്ന് പറയുമ്പോൾ അതിന് തീർച്ചയായും ഒരു വിശേഷണമുണ്ട്. കേവല നാമമല്ല റബ്ബ് സുബ്ഹാനഹു വ തആലയുടേത്, അതിനൊരു വിശേഷണമുണ്ട്. ആ വിശേഷണം റഹ്മത്താണ്, കാരുണ്യമുള്ളവനാണ്.
റഹ്മാനായ റബ്ബ് കാരുണ്യമുള്ളവനാണ്. അതുകൊണ്ട് തന്നെ ത്വയ്യിബ് എന്ന് പറയുന്ന അവന്റെ നാമം, അതിനൊരു വിശേഷണമുണ്ട്. അവന്റെ എല്ലാ കാര്യങ്ങളും നല്ലതാണ് എന്ന് പറയുന്ന ഒരു വിശേഷണമുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പേരായത് ത്വയ്യിബ് എന്നുള്ള പേരായത് കൊണ്ട് തന്നെ അബ്ദു ത്വയ്യിബ് എന്ന് പേരിടാവുന്നതാണ്. പ്രാർത്ഥനകളിൽ യാ ത്വയ്യിബ് എന്ന് വിളിക്കാവുന്നതാണ് എന്നൊക്കെ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വേറെ ചിലർ പറഞ്ഞു, അല്ല, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമമല്ല, മറിച്ച് അവന്റെ വിശേഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വിശേഷണമാണ്. അവന് ത്വയ്യിബ് എന്ന് പറയുന്ന, നല്ലത് എന്ന് പറയുന്ന, കാരുണ്യം എന്ന് പറഞ്ഞതുപോലെ നല്ലത് എന്ന് പറയുന്ന ഒരു വിശേഷണം അവനുണ്ട്. അതുകൊണ്ട് തന്നെ അബ്ദു ത്വയ്യിബ് എന്നുള്ള രൂപത്തിൽ പേരിടാൻ പാടില്ല. അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യാ ത്വയ്യിബ് എന്ന് പറഞ്ഞ് വിളിക്കാൻ പാടില്ല. കാരണം സിഫത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. മറിച്ച് അള്ളാഹുവിന്റെ നാമങ്ങളെ മാത്രമേ നമ്മൾ വിളിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ യാ ത്വയ്യിബ് എന്ന് പറഞ്ഞ് വിളിക്കാൻ പാടില്ല. കാരണം റബ്ബിന്റെ നാമമല്ല, അത് സിഫത്താണ് എന്നാണ് പറയുന്നത്. എന്നാൽ വേറെ ചിലർ പറഞ്ഞു, ഇത് നാമവുമല്ല സിഫത്തുമല്ല, അള്ളാഹുവിന് ഇങ്ങനൊരു പേരുമില്ല, ഇങ്ങനൊരു വിശേഷവുമില്ല, മറിച്ച് അതൊരു ഖബറാണ്, അള്ളാഹു നല്ലവനാകുന്നു എന്ന് അറിയിക്കുന്ന അത്ര മാത്രമേ ഉള്ളൂ. ഇങ്ങനെ 3 അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹം പറയുന്നു, രണ്ടാമത് പറഞ്ഞ ഇതൊരു സിഫത്താണ് എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു നല്ലതാണ് എന്ന് പറയുന്ന ഒരു വിശേഷണമുണ്ട്. എന്നാൽ ത്വയ്യിബ് എന്ന് പറയുന്ന പേര് അത് സ്ഥിരപ്പെട്ടു എന്ന് പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് യാ ത്വയ്യിബ് എന്നോ അബ്ദു ത്വയ്യിബ് എന്നോ എന്ന് പേരിടാനോ യാ ത്വയ്യിബ് എന്ന് വിളിക്കാനോ ഒന്നും പാടില്ല എന്നാണ് പറയുന്നത്. ശരി, ഇന്നല്ലാഹ ത്വയ്യിബുൻ, ആ ഭാഗം നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത്തെ കാര്യം പറയുന്നു, ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, ത്വയ്യിബായത് നല്ലതേ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. നല്ലതേ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. അല്ലാഹു തആല ദീനിൽ ഒരു കാര്യം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ അവിടെ മനസ്സിലാക്കണം, അള്ളാഹു സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അത് തള്ളപ്പെടും. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു കാര്യം സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അത് തള്ളപ്പെടുന്നതാണ്. അപ്പൊ അള്ളാഹു നല്ലതേ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആ പ്രവർത്തനം പൂർണ്ണമായി അങ്ങനെ തന്നെ തള്ളിക്കളയാം. ആ പ്രവർത്തനം ഒരു നിലക്കും അള്ളാഹു സ്വീകരിക്കുകയില്ല. പണ്ഡിതന്മാർ പറയും, അതിന്റെ അർത്ഥം റദ്ദുൽ അമലി വ ഇബ്താലിഹി എന്ന് പറയും. ആ പ്രവർത്തനം തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. ഏതുപോലെ അള്ളാഹു തആല നമ്മൾ ഫിഖ്ഹിന്റെ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല വുളു ഇല്ലാത്ത ഒരുവന്റെ നിസ്കാരം സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ലാ യഖ്ബലുല്ലാഹു സ്വലാത അഹദികും ഇദാ അഹ്ദസ ഹത്താ യതവദ്ദ. നിങ്ങളിൽ ഒരാൾക്ക് വുളു മുറിയുന്ന കാര്യം സംഭവിച്ചാൽ വുളു എടുക്കുന്നത് വരെ അള്ളാഹു നിസ്കാരം സ്വീകരിക്കുകയില്ല. ഇപ്പൊ ഇവിടെയുള്ള ഖബൂൽ എന്ന് പറയുന്നത് അത് പൂർണ്ണമായി അത് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അത് പൂർണ്ണമായി അള്ളാഹു ഒരു നിലക്കും അത് പ്രതിഫലം കിട്ടുകയില്ല, അത് അമലായിട്ട് തന്നെ സഹീഹാവുകയില്ല. അങ്ങനെയുള്ളൊരു സ്വീകരണമുണ്ട്. രണ്ടാമത് പണ്ഡിതന്മാർ പറഞ്ഞു, അദമുൽ ഇസാബത്തി അലൽ അമൽ, അദമു അൽ ഇസാബത്തി അൽ അമൽ, അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പ്രവൃത്തി സ്വീകരിക്കുകയില്ല എന്നല്ല, മറിച്ച് പ്രവൃത്തിയുടെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയില്ല എന്നാണ്. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? ഒന്നാമത്തേത് പറഞ്ഞ പ്രവൃത്തിയെ സ്വീകരിക്കില്ല, പ്രവൃത്തി സഹീഹാവുകയില്ല, മാറ്റി ചെയ്യേണ്ടി വരും. രണ്ടാമത്തേത് അങ്ങനെയല്ല, പ്രവൃത്തി ഇനി മാറ്റി ചെയ്യേണ്ടതില്ല, പക്ഷേ ഇവിടെ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രതിഫലം നൽകുകയില്ല എന്നുള്ളത്. എന്താണ് അതിന് ഉദാഹരണം പറയാൻ സാധിക്കുക? ശറഇൽ തന്നെ അതിന്റെ കൃത്യമായ ഉദാഹരണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാ അറാഫൻ, മൻ അതാ അറാഫൻ, ആരെങ്കിലും ഒരു അറാഫിന്റെ അടുത്ത് പോയി. ആരാണ് അറാഫ്? ഭാവി കാര്യങ്ങൾ പ്രവചിക്കുന്ന ജ്യോത്സ്യൻ, കണക്കപ്പിള്ള, അത്തരത്തിലുള്ള ജ്യോത്സ്യന്റെ അടുക്കൽ ഒരാൾ പോയി. മൻ അതാ അറാഫൻ ഫസഅലഹു, എന്നിട്ട് ചോദിച്ചു, എനിക്ക് എന്താണ് അടുത്ത ആഴ്ചത്തെ വാരഫലം എന്താണ്, കല്യാണത്തിന്റെ കാര്യം എന്താണ്, ജോലിയുടെ കാര്യം എന്താണ്, ഭാവിയിൽ നടക്കാൻ പോകുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് അവൻ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 യൗമ, 40 ദിവസം പിന്നീട് അവന്റെ നിസ്കാരം എനിക്ക് സ്വീകരിക്കുകയില്ല. വരാൻ പോകുന്ന 40 ദിവസത്തെ, ആ ചോദിച്ചത് മുതൽ അങ്ങോട്ടുള്ള 40 ദിവസത്തെ നിസ്കാരം അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. ഇവിടെ സഹോദരങ്ങൾ ഉദ്ദേശിക്കുന്നത് അവന്റെ അമൽ അതവൻ മാറ്റി നിസ്കരിക്കേണ്ടതില്ല, പക്ഷെ പ്രതിഫലം കിട്ടൂല, നിസ്കരിച്ചിരിക്കണം. അപ്പൊ ലോഹർ ഇവൻ രാവിലെ പോയി ഒരു ജ്യോത്സ്യന്റെ അടുത്ത്, അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ, ഇവൻ രാവിലെ പോയി, ഉച്ചക്കവൻ ലുഹർ നിസ്കരിക്കണം. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഒരാൾ മുസ്ലിമോ കാഫിറോ ആവുന്ന കാര്യമാണ്, പക്ഷെ നിസ്കരിച്ചാൽ അതിനുള്ള ശിക്ഷയാണ്, അതിന് പ്രതിഫലമില്ല. അസറോ നിസ്കരിക്കണം, പ്രതിഫലമില്ല. മഗ്രിബോ നിസ്കരിക്കണം. ഇങ്ങനെ സഹോദരങ്ങളെ 40 ദിവസം ഇവൻ നിസ്കരിക്കണം. നമ്മളെല്ലാവരും നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കണം, പക്ഷേ അള്ളാഹു അതിന് പ്രതിഫലം കൊടുക്കുകയില്ല. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ലാ യഖ്ബൽ എന്ന് പറയുന്ന സമയത്ത്, സ്വീകരിക്കുകയില്ല എന്ന് പറയുന്ന സമയത്ത്
ഇങ്ങനൊരു വിഭാഗം അതിനുണ്ട്. അള്ളാഹു അമല് സ്വീകരിക്കും, പക്ഷെ ഒരു പ്രതിഫലം നൽകുകയില്ല. അമല് തള്ളിക്കളയുന്നില്ല, മാറ്റി ചെയ്യേണ്ടി വരില്ല, പക്ഷേ എന്ത് ചെയ്യില്ല, ഒരു പ്രതിഫലവും അവൻ നൽകുകയില്ല എന്നുള്ളതാണ്. മൂന്നാമത്തത് പണ്ഡിതന്മാർ പറഞ്ഞു സ്വീകരിക്കുകയില്ല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദമുർ റിദ അനിൽ ഫാഇൽ വ അദമുൽ മുബാഹാത്ത് ബിൽ ഫിഅൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അമൽ സ്വീകരിക്കും, പ്രതിഫലവും നൽകും, പക്ഷേ അള്ളാഹു ആ ചെയ്തവനെ തൃപ്തിപ്പെടുകയില്ല. അള്ളാഹു ആ ചെയ്തവനെ തൃപ്തിപ്പെടുകയില്ല. ആ പ്രവൃത്തിയെ അള്ളാഹു തആല പുകഴ്ത്തി പറയുകയുമില്ല. ഉദാഹരണം പണ്ഡിതന്മാർ പറയാറുള്ളത്, ഒരാൾ ബാങ്ക് കേൾക്കുന്ന പരിധിയിൽ ഒരു പുരുഷനുണ്ട്. അപ്പോൾ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ മസ്ജിദിലേക്ക് വന്ന് നിസ്കരിക്കുക എന്നുള്ളത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഒരാൾ വീട്ടിൽ നിന്ന് നിസ്കരിച്ചു, അമൽ സ്വീകരിക്കുമോ? സ്വീകരിക്കും. ഒന്നാമത്തെ വിഭാഗത്തിൽ പെടുന്നില്ല. അമൽ സ്വീകരിക്കും. പ്രതിഫലം കിട്ടാതെ പൂജയാണോ? അല്ല, പ്രതിഫലവും കിട്ടും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല പുരുഷന്മാർ ബാങ്ക് കേട്ടിട്ടും മസ്ജിദിൽ വരാതെ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നത് അള്ളാഹു അത് തൃപ്തിപ്പെടുന്നില്ല, അതിനെ അള്ളാഹു പുകഴ്ത്തി പറയുകയുമില്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തി പറയുന്നത് ഇതുപോലെ മസ്ജിദുകളിൽ വന്ന് നിസ്കരിക്കുന്ന ആളുകളെ മാത്രമാണ്. മസ്ജിദുകളിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കുന്ന പുരുഷന്മാരെയാണ്, അഥവാ കഴിവുള്ള ആളുകളെ, ഒതുറില്ലാത്ത, ഒഴികഴിവില്ലാത്ത, ബാങ്ക് കേൾക്കുന്ന തൊട്ടടുത്ത് തന്നെയുള്ള ആളുകൾ, അവരുടെ കച്ചവടമോ മറ്റു ഭൗതികമായ എന്തെങ്കിലും കാര്യങ്ങളോ അവർക്ക് അത് തടസ്സമാകാതെ ബാങ്ക് കേൾക്കുന്ന മുറക്ക് മസ്ജിദിലേക്ക് വരുന്നവർ, അവരെ റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ പ്രവൃത്തി സ്വീകരിക്കുന്നു, അവർക്ക് പ്രതിഫലം നൽകുന്നു, അതിന് വലിയ തൃപ്തിയും അല്ലാഹു മലക്കുകളോട് പുകഴ്ത്തി അവരെ കുറിച്ച് പറയുകയൊക്കെ ചെയ്യുന്നു. ഇത് വീട്ടിൽ നിസ്കരിക്കാറുണ്ടാവില്ല. അപ്പൊ അതാണ് സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അദമുർ റിദ അനിൽ ഫാഇൽ വ അദമുൽ മുബാഹാത്തി ബിൽ ഫിഅൽ. മൂന്ന് തരത്തിൽ ശറഇൽ നമ്മൾ മനസ്സിലാക്കണം. കാരണം പല രൂപത്തിലുള്ള ഹദീസുകളിൽ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതൊന്നുകിൽ ആ അമലേ സ്വീകരിക്കുകയില്ല, മാറ്റി ചെയ്യേണ്ടി വരും, വുളുവിൻ്റെതുപോലെ. അല്ലെങ്കിൽ അമൽ സ്വീകരിക്കും, അത് മാറ്റി ചെയ്യേണ്ട, പക്ഷെ ഒരു പ്രതിഫലം അതിന് കിട്ടൂല. അറാഫിന്റെ ജോൽസിന്റെ അടുത്ത് പോയവന്റെ അവസ്ഥ. മൂന്നാമത്തേത് അമലും സ്വീകരിക്കും, അതിനുള്ള പ്രതിഫലമുണ്ട്, പക്ഷെ റബ്ബിന്റെ ഭാഗത്തു നിന്ന് വലിയ ഒരു തൃപ്തി അതിനില്ല. അല്ലാഹു തആല അതിന് തൃപ്തി നൽകുന്നില്ല എന്നതാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ നമുക്ക് ഹജ്ജിന്റെ ഒക്കെ ഉദാഹരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരാള് ഹറാമായ സമ്പാദ്യം വെച്ചിട്ട് ഹജ്ജിന് പോയി, ആരെടുത്തെങ്കിലൊക്കെ പിടിച്ചു പറിച്ചിട്ടോ അല്ലെങ്കിൽ നാട്ടിൽ വട്ടിപ്പലിശക്ക് കൊടുത്തിട്ടോ ഈ രൂപത്തിൽ അങ്ങനെ കാര്യങ്ങൾ പറ്റിച്ച് ഒരു സ്ഥലമൊക്കെ എടുത്തു, അതൊക്കെ ചുറ്റിയേണ്ടതാണെന്നൊക്കെ പറഞ്ഞു തയ്യാറാക്കി, അങ്ങനെ അത് വിറ്റ് അങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കിയിട്ട് പല രൂപത്തിൽ ആളുകൾ ഹറാമായ സമ്പാദ്യം ഉണ്ടാക്കാറുണ്ട്. ആ രൂപത്തിൽ ഹറാമായ സമ്പാദ്യം ഉണ്ടാക്കി ഇയാൾ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ പണ്ഡിതന്മാർ പറയാറുണ്ട് ഇയാളുടെ ഹജ്ജ് സ്വീകരിക്കപ്പെടുകയില്ല. അതും ഈ രൂപത്തിൽ, ഈ പറയുന്ന രൂപത്തിൽ, മൂന്ന് രൂപത്തിൽ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. ചിലർ പറഞ്ഞു ഹറാമായ സമ്പാദ്യം കൊണ്ട് ഹജ്ജ് ചെയ്താൽ ഹജ്ജേ സ്വീകരിക്കൂല. കാരണം ഹജ്ജ് എന്ന് പറയുന്നത് ഇബാദത്തുൻ ബദനിയ മാലിയ, സമ്പത്തും ശരീരവും ഒരുപോലെ ആവശ്യമുള്ള ഒരു കർമ്മമാണ്. അതുകൊണ്ട് സമ്പത്ത് എന്ന് പറയുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്. ആ സമ്പത്ത് അയാളുടേത് ഹറാമായി പോയാൽ ഹജ്ജ് സ്വീകരിക്കുകയേ ചെയ്യില്ല, അയാൾ അടുത്ത വർഷം മാറ്റി ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഒരു ഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വേറെ ചിലർ പറഞ്ഞു ഇല്ല, അയാളുടെ ഹജ്ജ്, ജീവിതത്തിലുള്ള ഒരു ഹജ്ജ് നിറവേറ്റി എന്നുള്ള ആ കാര്യം അയാൾക്ക് ലഭിക്കും. ജീവിതത്തിൽ ഒരു ഹജ്ജ് നിറവേറ്റി എന്ന് പറയുന്ന കാര്യം അയാൾക്ക് ലഭിക്കും, പക്ഷേ പ്രതിഫലമൊന്നുമില്ല. ഹജ്ജിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മഹത്തരമായ പ്രതിഫലം എന്താണ്? അവൻ ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ അവൻ ഹജ്ജ് കഴിയുമ്പോൾ തിരിച്ചു വരും, ഒരു പാപവും ഇല്ലാതെ. അങ്ങനെ ഒരുപാട് പ്രതിഫലം ഹജ്ജിന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കിട്ടൂല. ഈ ഹറാമായ ഹജ്ജ് ചെയ്തവന് എന്ത് കിട്ടും? ആ ഹജ്ജ് വീടി. ജീവിതത്തിൽ ഒരു ഹജ്ജ് ചെയ്യാത്തതിന്റെ പേരിൽ അവന് കുറ്റമില്ല. അങ്ങനെയും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വേറെ ചിലർ പറഞ്ഞു അവന്റെ ഹജ്ജ് സഹീഹാകും, അതിനുള്ളൊരു പ്രതിഫലം അവനുണ്ട്, പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തൃപ്തിപ്പെടുകയില്ല, അവനെ പുകഴ്ത്തി പറയുകയുമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സുലൈമാൻ റുഹൈലി ഹഫളഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് ഈ മൂന്നാമത്തെ അഭിപ്രായമാണ് ശരിയായിട്ട് മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരിക്കലും അത് മബ്റൂറായ ഹജ്ജല്ല. ഹജ്ജിന് മബ്റൂറിന് പറയുന്ന പ്രതിഫലമൊന്നും അതിന് കിട്ടൂല. അവന് അല്ലാഹു തആല അത് സ്വീകരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അതിനുള്ള ചെറിയൊരു പ്രതിഫലം അവൻ ചെയ്ത ഹലാലായ വല്ല സമ്പത്തും ഒക്കെ കൂടെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ചെറിയൊരു പ്രതിഫലമൊക്കെ കിട്ടും എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ സഹോദരൻ, ഇങ്ങനെ സ്വീകരിക്കുന്ന കാര്യത്തിൽ മൂന്ന് തരത്തിലുള്ള സ്വീകരണമുണ്ട്, അല്ലെങ്കിൽ തള്ളിക്കളയുന്നത് ഈ മൂന്ന് രൂപത്തിലാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ശരീഅത്തിൽ അങ്ങനെയുള്ള ഖബൂലുകളെ കുറിച്ചുള്ള, സ്വീകരണത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കും. പ്രത്യേകിച്ചും ഈ ഹദീസിൽ പറയാൻ പോകുന്ന കാര്യം എന്താണ് പറഞ്ഞത്? ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. അല്ലാഹു തആല ത്വയ്യിബായത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ത്വയ്യിബായ സമ്പാദ്യം എന്ന് പറഞ്ഞിട്ടില്ല.
ത്വയ്യിബായ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു നിബന്ധന വെച്ചിട്ടില്ല. എന്ത് കാര്യം റബ്ബ് സുബ്ഹാനഹു വ തആലയോട്ടുള്ള നമ്മുടെ ഇടപാടുകൾ എന്താകട്ടെ, എല്ലാ കാര്യങ്ങളും സഹോദരങ്ങളെ അതിൽ ത്വയ്യിബായത് മാത്രമേ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ എന്നാണ്. ഓരോന്നോരോന്നും മനസ്സിലാക്കണം. നമ്മുടെ സംസാരങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, നമ്മൾ സംസാരിക്കുന്നതിൽ നിന്നും ത്വയ്യിബ് നല്ലത് മാത്രമേ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. എന്താണ് നമ്മുടെ സംസാരത്തിൽ ത്വയ്യിബായതെന്ന് പറയുന്നത്? പണ്ഡിതന്മാർ പറയുന്നു, 2 രൂപത്തിലുണ്ട് സംസാരത്തിലുള്ള ത്വയ്യിബ് എന്ന് പറയുന്നത്. ഇമ്മ ത്വയ്യിബുൻ ബി അസ്ലിഹി, പറയുന്ന കാര്യം തന്നെ ത്വയ്യിബാണ്. ഏതുപോലെ? ദിക്റുകൾ പോലെ, തിലാവത്തുൽ ഖുർആൻ പോലെ, ഖുർആൻ പാരായണം, ഖുർആൻ ത്വയ്യിബായ കാര്യമാണ്. ആ പറയുന്ന കാര്യം തന്നെ ത്വയ്യിബാണ്. നിസ്കാരത്തിലെ ദിക്റുകൾ, അസ്കാറുകളെല്ലാം ഇതെല്ലാം ത്വയ്യിബായ കാര്യമാണ്. ഇങ്ങനെയുള്ള ത്വയ്യിബായ കാര്യമുണ്ട് ഒന്ന്. രണ്ടാമത്തത് ത്വയ്യിബുൻ ബിഖസ്ദി ഖാഇലിഹി, സാധാരണ ഒരു വാക്ക് തന്നെയാണ്, പക്ഷേ സാധാരണ ഒരു വാക്കാണ്, പക്ഷേ ഒരാളുടെ ഉദ്ദേശത്തിനനുസരിച്ച് നന്നാവും. ഏതുപോലെ? വളരെ പ്രയാസം പിടിച്ച ഒരാളുടെ അടുക്കലേക്ക് പോയി നമ്മൾ ആശ്വസിപ്പിച്ചുകൊണ്ട് ചില വാക്കുകളൊക്കെ പറയും. സാധാ വർത്താനം തന്നെ, വേറെ പ്രത്യേകിച്ച് ദിക്റോ ദുആ ഒന്നുമല്ല, കുഴപ്പമില്ല, അത് അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ രോഗിയായ ഒരു വ്യക്തി, അയാളെ പോയി ആശ്വസിപ്പിച്ചിട്ട് അല്ലെ അള്ളാഹിൻ്റെ ഖദറിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ സാധാരണ വർത്താനൊക്കെ പറയും, ഒരു നാടൻ വർത്താനൊക്കെ അയാളോട് പറയും. പക്ഷെ അയാളുടെ ഉദ്ദേശം എന്താണ്? എൻ്റെ സഹോദരന് ഭയങ്കര പ്രയാസത്തിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അയാളുടെ മനസ്സിനൊരു സന്തോഷം പകരണം. ഇത് വലിയ കാര്യമാണ്, ശരീഅത്തിൽ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ഇദ്ഖാൽ സുറൂർ ഫി ഖൽബിൽ മുഅ്മിൻ, ഒരു മുഅ്മിന്റെ ഖൽബിന് സന്തോഷം പകരുന്ന വാക്ക് പറയാന്നുള്ളത്. നമ്മളൊരാളെ നിസ്കരിച്ചപ്പോൾ എന്നും നല്ല ചിരിച്ചും മറ്റൊക്കെയുള്ള ഒരാളെ ഒരു പ്രയാസത്തിൽ കാണാൻ, അപ്പോൾ നമുക്ക് മനസ്സിലായി ഒക്കെ എന്തോ ഒരു പ്രയാസമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു, നീ വരും, നമുക്കൊന്ന് ചായ കുടിച്ചു പോരാം. ഒരു സാധാരണ കാര്യമാണ് ഈ പറയുന്നത്. അങ്ങനെ എന്താണ് വർത്താനം, കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ സംസാരിച്ച് അങ്ങനെ ഇപ്പോൾ അയാൾക്കൊരു മാനസികമായ ഒരു സന്തോഷമുണ്ട്. ഇത് അയാളുടെ ഒരാൾ ചെയ്യുന്ന ഖസ്ദ്, അയാളുടെ പ്രവൃത്തി അത് അസ്ലിയായ ത്വയ്യിബായ കാര്യമായിരുന്നില്ല, പക്ഷെ നല്ല നീയത്ത് കൊണ്ട് അയാളുടെ സംസാരം അതെന്താക്കി ത്വയ്യിബാക്കി മാറ്റി. അപ്പൊ ഇങ്ങനെ 2 രൂപത്തിലുള്ള ത്വയ്യിബ് സഹോദരങ്ങളെ ഉണ്ട്. അല്ലാഹു തആല പറഞ്ഞല്ലോ, വഹുദൂ ഇല ത്വയ്യിബി മിനൽ ഖൗൽ, അവർ ഏറ്റവും നല്ല ത്വയ്യിബായ സംസാരത്തിലേക്ക് അവർ നയിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. വഹുദൂ ഇല ത്വയ്യിബി മിനൽ ഖൗൽ, മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അന്നഹു ഹുദൂ ഫി ദുനിയ ഇല ഖൗലി ത്വയ്യിബ് ഫഹുദൂ ഫിൽ ആഖിറ ഇല മക്കാനി അൽ ഖൗലി ത്വയ്യിബ്. അവർ ദുനിയാവിൽ നല്ല സംസാരങ്ങൾ അവരിങ്ങനെ സംസാരിച്ചു. അങ്ങനെ അല്ലാഹു തആല ആഖിറത്തിൽ മക്കാനു ഖൗലിൽ ത്വയ്യിബ്, നല്ല സംസാരങ്ങൾ മാത്രം കേൾക്കുന്ന ഒരു സ്ഥലം, സ്വർഗം, അവിടേക്ക് അല്ലാഹു തആല അവനെ പ്രവേശിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ സംസാരം നല്ലതായിരിക്കണം, ത്വയ്യിബായിരിക്കണം. ഈ ഹദീസ് നമ്മൾ ആലോചിക്കണം, ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. സംസാരത്തിൽ മോശപ്പെട്ട സംസാരങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുകയില്ല. അതിലും പ്രധാനപ്പെട്ടത് നമ്മുടെ വിശ്വാസം, അത് ത്വയ്യിബായിരിക്കണം. നമ്മുടെ വിശ്വാസം അത് ത്വയ്യിബായിരിക്കണം. ലാ യഖ്ബലു ഇല്ലാ അത്വയ്യിബ്, അല്ലാഹു തആല ത്വയ്യിബായത് സ്വീകരിക്കുകയുള്ളൂ. മോശപ്പെട്ട വിശ്വാസം നമ്മുടെ കൽബിലുണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കുകയില്ല. എന്താണ് ശരിയായ വിശ്വാസം എന്ന് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അല്ലാഹു തആല വിശ്വസിക്കണം. അവൻ ഏകനാണ്, അവനോട് മാത്രമേ പ്രാർത്ഥനകളും സഹായദാട്ടങ്ങളും നടത്താൻ പാടുള്ളൂ. അവൻ ഉന്നതമായ നാമങ്ങളും വിശേഷണങ്ങളുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് യോജിക്കുന്നത് പോലെ അവൻ്റെ നാമങ്ങളുണ്ട്, വിശേഷണങ്ങളുണ്ട്. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ നമ്മൾ സ്ഥിരപ്പെടുത്തും. നമ്മൾ ബുദ്ധി ആലോചിച്ചുകൊണ്ട് മനസ്സിലാവാത്തത് കൊണ്ട് അതിനെ വ്യാഖ്യാനിക്കാനോ ദുർവ്യാഖ്യാനിക്കാനോ തള്ളിക്കളയാനോ ഒന്നുമില്ല. അങ്ങനെ നമ്മുടെ വിശ്വാസം അത് പൂർണ്ണമായ വിശ്വാസമാണ്. സ്വഹാബികൾ ഏതൊരു വിശ്വാസത്തിലാണ് ഉണ്ടായിരുന്നത്? ഏതൊരു കാര്യത്തിലും, ഗൈബിയായ കാര്യങ്ങളിൽ ഏതുമാകട്ടെ, ഖബറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിശ്ചയിച്ച മലക്കുകൾ നമ്മെ ഇരുത്തി ചോദ്യം ചെയ്യും. ഇത് ശരിയായ വിശ്വാസമാണ്, സ്വഹാബികൾ വിശ്വസിച്ച വിശ്വാസമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച വിശ്വാസമാണ്. ഒരാൾ അതിന് വിരുദ്ധമായി അങ്ങനെയൊന്നുമില്ല, വിചാരണക്ക് ആഖിറത്തിലേ ഉള്ളൂ, അങ്ങനെ ഒരു വിചാരണ ഒന്നുമില്ല എന്ന് പറഞ്ഞ് എൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരാൾ തള്ളിക്കളഞ്ഞാൽ അവൻ്റെ ഇഅ്തിഖാദ് അത് ത്വയ്യിബല്ല, അവൻ്റെ വിശ്വാസം അത് ശരിയായിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല. ഇങ്ങനെ ഏതേത് കാര്യത്തിലാകട്ടെ, അമ്പിയാക്കൾക്ക് അതുപോലെ തന്നെ സാലിഹ്യങ്ങൾക്ക് ഗൈബിയായ കാര്യങ്ങൾ അറിയാൻ പറ്റും, അവർക്ക് നാളെ വരാൻ പോകുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റും. തങ്ങന്മാർക്ക് കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ഖൈറുകളൊക്കെ മനസ്സിലാക്കി നമുക്ക് ഒക്കെ തീയതികളൊക്കെ കുറിച്ചു തരാൻ പറ്റും. അവർക്ക് ഇന്ന ദിവസത്തിൽ നല്ലതാകുമോ, ഇന്ന ദിവസം കാര്യങ്ങൾ ചെയ്താൽ മോശമാകുമോ എന്നൊക്കെ ശരിക്ക് കണക്കൂട്ടിയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ സഹോദരങ്ങളെ, ഇതൊക്കെ തെറ്റായ വിശ്വാസമാണ്, ത്വയ്യിബായ വിശ്വാസമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അപ്പോൾ നമ്മുടെ സംസാരം ത്വയ്യിബായിരിക്കണം, വിശ്വാസം ത്വയ്യിബായിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും
ത്വയ്യിബായിരിക്കണം. എന്താണ് പ്രവർത്തനങ്ങൾ ത്വയ്യിബായിരിക്കുക എന്ന് പറയുന്നത്? പണ്ഡിതന്മാർ പറഞ്ഞു, വത്വയ്യിബു മിനൽ അഅ്മാൽ, അമലുകളിലുള്ള ത്വയ്യിബായതെന്ന് പറഞ്ഞാൽ മാ ഉഖ്ലിസ ഫീഹി ലില്ലാഹ് വതൂബിഅ ഫീഹി റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അമൽ അതിൽ അല്ലാഹു തആലയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ ചെയ്താൽ, റബ്ബിന്റെ പ്രതിഫലം ഉദ്ദേശിച്ച് മാത്രം നമ്മൾ ചെയ്യുന്നു, റസൂലുള്ളാഹിന്റെ സുന്നത്ത് മാത്രം അനുസരിച്ച് നമ്മളത് ചെയ്താൽ അതാണ് ത്വയ്യിബായ അമൽ എന്ന് പറയുന്നത്. അതേ സ്വീകരിക്കുകയുള്ളൂ. ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. ആളുകൾക്ക് വേണ്ടി, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്തത് റബ്ബ് സ്വീകരിക്കുകയില്ല. ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒന്നും റബ്ബ് സ്വീകരിക്കുകയില്ല. നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സ്വതക്കകളാകട്ടെ, ദിക്റുകളാകട്ടെ, ഖുർആനാകട്ടെ, എന്താകട്ടെ, ആളുകളെ കാണിക്കാനാണെങ്കിൽ സ്വീകരിക്കുകയില്ല. ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമൽ ഇല്ലാ മാ കാന ലഹു ഖാലിസ വബ്തുഗി ബിഹി വജ്ഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അമലിനെ സ്വീകരിക്കുകയില്ല. ഏതുവരെ? അത് മാ കാന ലഹു ഖാലിസ, റബ്ബിന് ഇഖ്ലാസോടുകൂടി ചെയ്യണം, നിഷ്കളങ്കമായിരിക്കണം. വബ്തുഗി ബിഹി വജ്ഹുഹു, അവനെ നാളെ കണ്ടുമുട്ടണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തിന്മേലായിരിക്കണം ചെയ്യുന്നത്. സഹോദരങ്ങളെ, അതാണ് ത്വയ്യിബായ പ്രവർത്തനം എന്ന് പറയുന്നത്. അത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടിയാലോ അത് ത്വയ്യിബാവുകയില്ല. ഒരാൾ അല്ലാഹുവിന്റെ റസൂലിനെ അറിയാത്ത, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ അത് ത്വയ്യിബല്ല. ആലോചിച്ചു ബിദ്അത്തുകാരുടെ അവസ്ഥ എന്താണ്? ബിദ്അത്തുകാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവർക്ക് എങ്ങനെയാണ് അത് ചെയ്യാൻ സാധിക്കുന്നത്? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഉറപ്പാണ്. എന്നാൽ അൽഹംദുലില്ലാഹ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ നമുക്ക് ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് അഭിമാനിക്കാം. എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചെയ്തിട്ടുണ്ട്, റസൂൽ അവരുടെ നാവ് കൊണ്ട് പറഞ്ഞതാണ് ഞാൻ പറയുന്നത്, റസൂൽ അവിടുത്തെ കൈകാലുകൾ കൊണ്ട് ചെയ്തത് ഞാൻ ചെയ്യുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു വാക്ക് എനിക്ക് ഇബാദത്തായിട്ട് വേണ്ട, അതിനപ്പുറത്തേക്ക് ഒരു പ്രവർത്തനം എനിക്ക് ഇബാദത്തായിട്ട് വേണ്ട. ഞാൻ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും ആദ്യം എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്, അവിടുത്തെ സ്വഹാബികൾ ചെയ്തിട്ടുണ്ട്, അള്ളാഹു തൃപ്തിപ്പെട്ടവർ ഇത് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഒതുങ്ങി നിൽക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഭാഗ്യമുള്ള കാര്യമാണ്. എന്നാൽ ബിദ്അത്തിന്റെ ആളുകൾ എന്താണ് അവർ പറയുന്നത്? അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് റസൂലുള്ളാഹിക്ക് അറിയുക പോലുമില്ല, റസൂൽ ചെയ്തിട്ടില്ല. അല്ലെ, ഒരു ഖൈറായിട്ട് അറിയുമായിരുന്നു റസൂൽ ചെയ്യാതെ ഉപേക്ഷിക്കുമോ? റസൂലുള്ളാഹിന്റെ സഹാബത്ത് ചെയ്യാതെ ഉപേക്ഷിക്കുമോ? ഇല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ മനസ്സിലാക്കുക, ത്വയ്യിബായ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഇഖ്ലാസുള്ള, ഇത്തിബാ ഉള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ്. അതല്ലാത്തത് ത്വയ്യിബല്ല. അതുകൊണ്ട് തന്നെ ശിർക്ക് കലർന്ന, റിയാ കലർന്ന, ലോകമാന്യം കലർന്ന പ്രവർത്തനങ്ങൾ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ്, അല്ലാഹു സ്വീകരിക്കുകയില്ല. ബിദ്അത്തുകൾ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. നബിദിനാഘോഷങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. ഹദ്ദാദുകൾ, റാത്തീബുകൾ, ഖുതുബിയ്യത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. ഹദീസ് ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, ഇഖ്ലാസ് ഇല്ലാത്ത, ഇത്തിബാ ഇല്ലാത്ത ഒരു പ്രവർത്തനവും സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതിലല്ല കാര്യം. പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള എല്ലാവർക്കും പ്രവർത്തിക്കുക. കാര്യം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുക എന്നുള്ളതാണ്. അതിനാണ് കാര്യം. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാത്ത വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും ദിക്റുകളും സംസാരങ്ങളും ഒരു കാര്യവുമല്ല. കാരണം അള്ളാഹു സ്വീകരിച്ചാൽ മാത്രമേ ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരമുള്ളൂ. ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ്. എന്നാൽ അള്ളാഹു സ്വീകരിക്കുന്നതാകട്ടെ ത്വയ്യിബായതാണ്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ്. വഇന്നല്ലാഹ അമറൽ മുഅ്മിനീൻ ബിമാ അമറ ബിഹി അൽ മുർസലീൻ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് കൽപ്പിച്ചിട്ടുള്ളത് അവന്റെ റസൂലുകളോട്, ദൂതന്മാരോട്, നബിമാരോട് കൽപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് എന്നാണ് പറയുന്നത്. അതാണ് അസ്ൽ. നമ്മൾ അമ്പിയാക്കൾ, നബിമാർ, അവരുടെ ഖൗം, ഉമ്മത്ത് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അവർ ചെയ്യേണ്ടതുണ്ട്. അവർ ഇബാദത്ത് ചെയ്യുന്നവരാണ്. ഉമ്മത്തിന് വിലക്കിയ കാര്യങ്ങൾ അവിടത്തേക്കും വിലക്കിയിട്ടുള്ളതാണ്. ഇതാണ് അസ്ൽ. എന്നാൽ ചില കാര്യങ്ങൾ അമ്പിയാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അളവുകൾ നൽകാറുണ്ട്. അവർക്ക് ചില കാര്യങ്ങൾ അള്ളാഹു അളവ് നൽകും. അങ്ങനെ സ്ഥിരപ്പെട്ടതല്ലാത്ത മുഴുവൻ കാര്യങ്ങളും അമ്പിയാക്കൾക്കും അവരുടെ ജനതക്കും അള്ളാഹു തആല ഒരുപോലെയാണ് ശറഅാക്കിയിട്ടുള്ളത്. ഇന്നല്ലാഹ അമറൽ മുഅ്മിനീൻ. തീർച്ചയായും അള്ളാഹു മുഅ്മിനീങ്ങളെ കൽപ്പിച്ചു. ബിമാ അമറ ബിഹി അൽ മുർസലീൻ. മുർസലീങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇവിടെ കൽപ്പിച്ച കാര്യമായിട്ട് എടുത്തു പറഞ്ഞത് ഈ ഹദീസിൽ പറഞ്ഞത് സഹോദരങ്ങളെ രണ്ട് കാര്യമാണ്. അൽ അംറു ബിൽ അക്ലി മിനത് ത്വയ്യിബ്. ത്വയ്യിബായത് മാത്രം ഭക്ഷിക്കുക, ത്വയ്യിബായത് മാത്രം ഭക്ഷിക്കുക. അതുപോലെ തന്നെ വശുക്റുല്ലാഹി അലാ ഹാദ ത്വയ്യിബ്. ഈ ത്വയ്യിബായ കാര്യത്തിന് അള്ളാഹു നന്ദി കാണിക്കുക. ഇതാണ് ശേഷം എടുത്തു പറയുന്നത്. സൂറത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ആയത്തുകൾ ഓതിയിട്ടാണ് സഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്.
ഈ പറഞ്ഞ കാര്യത്തിന്. ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹി അൽ മുർസലീൻ യാ അയ്യുഹർ റുസുലു, ഓ അമ്പിയാക്കളെ അല്ലാഹു തആല പറയുകയാണ്, കുലൂ മിനത് തയ്യിബാത്ത്, നിങ്ങൾ തയ്യിബായത് വിശിഷ്ടമായത് കഴിക്കാൻ പാടുള്ളൂ. അമ്പിയാക്കളോടുള്ള കൽപ്പനയാണ്. വഅമലു സാലിഹ, സൽപ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യണം. വിശിഷ്ടമായത് കഴിക്കുക, സൽപ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുക. അമ്പിയാക്കളോട് അല്ലാഹു കൽപ്പിച്ചു. ഇനി മുഅ്മിനീങ്ങളോട് എന്താണ് കൽപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതി പറഞ്ഞിരുന്നു, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, കുലൂ മിനത് തയ്യിബാത്ത്, അല്ലാഹു പറയുകയാണ് നിങ്ങൾ വിശിഷ്ടമായത് കഴിക്കണം. മാ റസഖ്നാകും, ഞാൻ നിങ്ങൾക്ക് റിസ്കായി നൽകിയതിൽ വിശിഷ്ടമായത് നിങ്ങൾ കഴിക്കണം. വഷ്കുറു ലില്ലാഹ്, നിങ്ങൾ അല്ലാഹു തആലക്ക് നന്ദി കാണിക്കണം. രണ്ടും ഒരേ കാര്യമാണ് പറഞ്ഞത്. കാരണം നല്ലത് കഴിച്ചിട്ട് അതിനുള്ള നന്ദിയാണെന്ത്? വഅമലു സാലിഹ, അമ്പിയാക്കളോട് പറഞ്ഞ കാര്യം, സാലിഹായ പ്രവർത്തനം ചെയ്യണമെന്ന് പറയുന്നു. അതാണ് സഹോദരങ്ങളെ, അമ്പിയാക്കളോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മുഅ്മിനീങ്ങളോടും പറഞ്ഞിട്ടുള്ളത്. നല്ല വിശിഷ്ടമായ ഭക്ഷണം കഴിക്കുക, എന്നിട്ട് അതിന് നന്ദി കാണിക്കുക എന്നുള്ളത്. എങ്ങനെയാണ് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി കാണിക്കുക? നമുക്ക് അള്ളാഹു ഒരു അനുഗ്രഹം തന്നാൽ, ഒരു അനുഗ്രഹം ചെയ്തു തന്നാൽ അതിനുള്ള നന്ദി എന്ന് പറയുന്ന സഹോദരങ്ങളെ പണ്ഡിതന്മാർ പറയാറുള്ളത്, ആ നന്ദി റബ്ബിന്റെ താഅത്തിൽ, റബ്ബിനനുസരിക്കുന്നതിൽ നമ്മൾ അതിനെ മാറ്റുക എന്നുള്ളതാണ്. എന്തും ആകട്ടെ, ആരോഗ്യം തന്നാൽ ആ ആരോഗ്യം റബ്ബിനനുസരിക്കുന്നതിലേക്ക് മാറ്റുക. നമുക്ക് വലിയ സ്ഥാനം തന്നാൽ അത് റബ്ബിനനുസരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമുക്ക് ധാരാളം സമ്പത്ത് തന്നാൽ റബ്ബിനനുസരിക്കുന്നതിന് വേണ്ടിയിട്ട് അത് വിനിയോഗിക്കുക. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏതൊരു നിഅമത്തിനോടും നമുക്കുള്ള പ്രതികരണം. അതിന് ശുക്ർ കാണിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന് തൃപ്തി ഉണ്ടാകുന്ന കാര്യങ്ങളിൽ ആ നിഅമത്ത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതാണ് സഹോദരങ്ങളെ നമുക്ക് വേണ്ടത്. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ ഈ പറയുന്ന നിഅമത്തുകളോടുള്ള ശുക്ർ നമ്മുടെ മനസ്സിൽ ആദ്യം എന്ത് വേണം? ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹമാണ് എന്ന ചിന്ത നമുക്ക് വേണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ചിന്തയുടെ ഫലമായിട്ട് നമ്മുടെ നാവ് കൊണ്ട് നമുക്ക് റബ്ബിനെ പുകഴ്ത്താൻ സാധിക്കണം. അള്ളാഹുവാണ് ഇതൊക്കെ നൽകിയത് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവും ശക്തിയും ഇല്ലായിരുന്നെങ്കിൽ എനിക്കിതൊന്നും നേടിയെടുക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാവ് കൊണ്ട് റബ്ബിനെ സദാ പുകഴ്ത്താൻ സാധിക്കണം. ഇതൊക്കെ ശുക്രിന്റെ ഭാഗമാണ്. അതുപോലെ നമ്മുടെ അമലുകൾ നന്നാക്കുക, റബ്ബിന്റെ ശുക്രാണ്. അല്ലാഹു തആല നമുക്ക് നൽകിയ ഓരോ അവയവങ്ങളും എടുത്തു നോക്കുക, ഇതൊക്കെ റബ്ബിന്റെ അനുഗ്രഹമാണ്. ആ അവയവങ്ങളെല്ലാം റബ്ബിനനുസരിക്കുന്നതിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിന് വഴിമാറ്റിവിടുക, റബ്ബിനെ ധിക്കരിക്കാതിരിക്കുക. ഇതാണ് അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങൾക്കുള്ള നിഅമത്ത് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇഅ്മലു ആല ദാവൂദ ശുക്ര വഖലീലുൻ മിൻ ഇബാദിയശ് ശകൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുടുംബത്തോട് പറയുകയാണ്, ഇഅ്മലു, നിങ്ങൾ പ്രവർത്തിക്കണം, ആല ദാവൂദ് കുടുംബമേ, ശുക്ര, നന്ദിയോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് റബ്ബ് പറയുകയാണ്, വഖലീലുൻ മിൻ ഇബാദിയശ് ശകൂർ, അള്ളാഹുവിൻ്റെ അടിമകളിൽ വളരെ കുറച്ചുപേര് മാത്രമേ എന്തുള്ളൂ? നന്ദി കാണിക്കുന്നവരുള്ളൂ. അള്ളാഹു തആല നൽകിയ അനുഗ്രഹങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആലക്കുള്ള അനുസരണത്തിലേക്ക് വഴിതിരിച്ചു വിടുന്ന ആളുകൾ, അമല് കൊണ്ട് നന്ദി കാണിക്കുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, എന്തൊക്കെയാണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടത്? ഒന്ന്, നമ്മൾ വിശിഷ്ടമായത് കഴിക്കണം. വിശിഷ്ടമായ കാര്യങ്ങൾ നേടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നന്ദി കാണിക്കണം. ഇതാണ് ഈ ആയത്തിൽ പറയുന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നന്ദി കാണിക്കാത്ത അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അത് ശരിയാവണ്ണത്തിൽ ഉപയോഗപ്പെടുത്താതെ പാഴായിപ്പോയ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണ്. സുമ്മ ദക്കറ റജുൽ, പിന്നീട് ഒരു മനുഷ്യനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇവിടെ റജുൽ എന്ന് പറയുമ്പോൾ പുരുഷൻ എന്നുള്ള അർത്ഥത്തിലല്ല, മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കുക. കാരണം ആണാകട്ടെ പെണ്ണാകട്ടെ ഇതെല്ലാം ബാധകമാണ്. എന്താണ് ആ മനുഷ്യന്റെ കാര്യം കുറിച്ച് പറയുന്നത്? യുതീലു സഫർ, അയാൾ ദീർഘമായൊരു യാത്ര ചെയ്തിട്ടുണ്ട്. യുതീലു സഫർ, കേവലം യുസാഫിർ എന്നല്ല, എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്തു എന്ന് മാത്രമല്ല, യുതീലു സഫർ, ദീർഘമായ ഒരു യാത്രയാണ് അയാൾ ചെയ്തിട്ടുള്ളത്. എന്തിനാണ് ഈ പറയുന്നത്? ഇയാൾ ശേഷം ഒരു ദുആ ചെയ്യാൻ പോകുന്നത്. ദുആ ചെയ്യുമ്പോൾ സഹോദരങ്ങളെ, അതിന് സ്വീകരിക്കപ്പെടാനുള്ള കാരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അയാൾ യാത്രക്കാരനാവുക എന്ന് പറയുന്നത്. പണ്ഡിതന്മാർ പറയുന്നത്, യാത്രക്കാരനാകുക എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം, യാത്രയിൽ ആളുകൾക്ക് പൊതുവെ ദഅഫ് ഉണ്ടാകും, ദുർബലത ഉണ്ടാകും. മനുഷ്യന്മാർ ദുർബല അവസ്ഥയിൽ ചോദിക്കുന്ന സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? പെട്ടെന്ന് ഉത്തരം ചെയ്യും. നോമ്പുകാരന്റെ പ്രാർത്ഥന പെട്ടെന്ന്
എന്തുകൊണ്ടാണ് ഉത്തരം ചെയ്യപ്പെടുന്നത്? അവൻ ദുർബലനായിരിക്കുകയാണ്, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടുമൊക്കെ ദുർബലനായിരിക്കുകയാണ്. റബ്ബ് പെട്ടെന്ന് സ്വീകരിക്കും. ദുർബലാവസ്ഥയിൽ ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല പെട്ടെന്ന് സ്വീകരിക്കും. ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന സ്വീകരിക്കുന്നു. അവൻ ദുർബലനാണ്, അവനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, അവൻ ഇങ്ങോട്ട് ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അവന്റെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കും. ഇതിന്റെ എല്ലാം അടിസ്ഥാനമാണ് ദഅഫ് ബാധിക്കുക, ദുർബലത ബാധിക്കുക എന്നുള്ളതാണ്. ആ ദുർബലത ബാധിക്കുക എന്നത് സഹോദരങ്ങളെ യാത്രയിൽ ഉണ്ടാകുന്നു. ഈ യാത്രയാകട്ടെ അത് ദൈർഘ്യം കൂടുമ്പോൾ അവൻ അദ്അഫാകുന്നു, അങ്ങേയറ്റം ദുർബലനാകുന്നു. സഹോദരങ്ങളെ, അങ്ങനെയുള്ള യാത്രയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുമെന്നാണ്. എന്നാൽ പണ്ഡിതന്മാരിൽ ചിലർ പറയുന്നത് യുതീലു സഫർ എന്ന് പറയുന്നത് ഇവിടെ നിരുപാധികമായ യാത്ര അല്ല. കാരണം എല്ലാ യാത്രയിലുള്ള പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കുകയില്ല. യാത്ര 3 രൂപത്തിലുണ്ട്. ഒന്ന് സഫർ താഅത്തിന് വേണ്ടി, പുണ്യം ഉപേക്ഷിച്ച് പോകുന്ന യാത്രകളുണ്ട്. ഏതുപോലെ ഒരാൾ ഹജ്ജിന് പോകുന്നു, അതിനുള്ള യാത്ര സഫർ താഅയാണ്. ഉംറയ്ക്ക് വേണ്ടി പോകുന്നു, സഫർ താഅയാണ്. അതല്ലെങ്കിൽ ദീൻ പഠിക്കാൻ വേണ്ടി ഒരാൾ പുറപ്പെടുന്നു, അത് സഫർ താഅയാണ്. അതല്ലെങ്കിൽ സഹോദരങ്ങളെ ഏതെങ്കിലുമൊക്കെ നമ്മുടെ സഹോദരങ്ങളെ കാണുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സിയാറ, അത് സഫർ താഅയാണ്, ശരീഅത്ത് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അങ്ങനെ താഅത്തിന് വേണ്ടി ഒരാൾ പുറപ്പെടുന്ന യാത്ര, അതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചിലർ പറഞ്ഞു. എന്നാൽ യാത്രയിൽ മറ്റൊന്നുണ്ട്, സഫറു അൽ മഅസിയ, മഅസിയത്തിന്റെ യാത്ര, ഒരു തിന്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ ആളുകൾ പല വിനോദ യാത്രകളും ടൂറുകളും പ്ലാൻ ചെയ്യുന്നത് ഒരുപാട് ഹറാമുകൾ ആസ്വദിക്കാനും ഹറാമുകൾ ഉപയോഗിക്കാനൊക്കെയാണ്. അത് ആ സഫറുൽ മഅസിയാണ്. അവിടെയുള്ള പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുകയില്ല, ഇതിൽ പെടുകയില്ല. അത് ഇജ്മാ ഉള്ള കാര്യമാണ്. എന്നാൽ മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, സഫറുൽ മുബാഹുണ്ട്, അനുവദനീയമായ യാത്രയുണ്ട്. ഒരു പുണ്യമായ സൽക്കർമ്മം ചെയ്യാനൊന്നുമല്ല, ഒരു വിനോദത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സ്ഥലം കാണുന്നതിന് വേണ്ടി അങ്ങനെയൊക്കെ ആളുകൾ പോകാറുണ്ട്, അനുവദനീയമാണ്. പക്ഷേ അത് ഇതിൽ പെടുമോ ഇല്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫളഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് ഇത് രണ്ടും പെടുന്നതാണ്. സഫർ പുണ്യം ഉദ്ദേശിച്ച് പോകുന്നതും അതുപോലെ മുബാഹായ അനുവദനീയമായ യാത്രയാകുമ്പോൾ രണ്ടും. പക്ഷെ ഏറ്റവും കൂടുതൽ അത് ഒരു പുണ്യം ഉദ്ദേശിച്ച് നമ്മൾ പുറപ്പെടുകയാണ് എങ്കിൽ സഹോദരങ്ങളെ അതിന് കൂടുതൽ പ്രതിഫലമുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഇയാൾ യാത്രക്കാരനായി പ്രയാസത്തിൽ ഇയാൾ പ്രാർത്ഥിക്കുകയാണ്. അതാണ് അയാളുടെ ഒന്നാമത്തെ അവസ്ഥ. അയാൾക്കുള്ള ഒന്നാമത്തെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ള ഒരു ക്വാളിറ്റി അയാൾക്കുള്ളത്, അയാൾ യുത്തീലു സഫർ, അയാൾ യാത്രക്കാരനായിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് സഹോദരങ്ങളെ അയാളെക്കുറിച്ച് പറയുന്നത് എന്താണ്? രണ്ടാമതായിട്ട് അയാളെ കുറിച്ചിട്ട് പറയുന്നത് അശ്അസ അഗ്ബർ, അയാൾ അശ്അസും അഗ്ബറുമായിട്ടുണ്ട്. അശ്അസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ജടകുത്തുക എന്നുള്ളതാണ്. മുടിയൊക്കെ നമ്മൾ ഒരുപാട് ദീർഘകാലം നമ്മൾ യാത്ര ചെയ്തിട്ട് എന്താവാറുണ്ട്, അത് ജടകുത്താണ്. നമുക്ക് ചിലപ്പോൾ അത് പരിചയമില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ അങ്ങനെയുള്ള യാത്രകൾ ചെയ്യാറില്ല, എളുപ്പമുള്ള യാത്രകളാണ് അൽഹംദുലില്ലാഹ് നമുക്കുള്ളത്. എന്നാൽ ദീർഘമായ യാത്ര കാരണത്താൽ എന്ത് സംഭവിക്കാറുണ്ട്? മുടി ജടകുത്താറുണ്ട്. അതുപോലെ അഗ്ബർ, ശരീരമാസകലം പൊടി പുരളാറുണ്ട്. ഇതൊക്കെ പഴയ യാത്രയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു ഈ അശ്അസ അഗ്ബർ എന്ന് പറയുന്നത് അത് യാത്രയുമായി ബന്ധപ്പെട്ട ഒരു വിശേഷണം പറഞ്ഞതല്ല, മറിച്ച് ചിലർ വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് സ്വന്തം കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നേരമില്ല. മുടിയൊന്ന് ചീകാൻ, ഒന്ന് എണ്ണയിട്ട് ചീകാൻ, അപ്പോഴാണ് അത് ചീകാതിരിക്കുമ്പോഴാണ് ജടകുത്തുന്നത്, എണ്ണ ഇടാതിരിക്കുമ്പോഴാണ് ജടകുത്തുന്നത്. അതിനുള്ളൊരു നേരം കിട്ടുന്നില്ല. അല്ലെങ്കിൽ ശരീരമൊക്കെ ആകെ വളരെയധികം ദരിദ്രനായതുകൊണ്ട് പൊടിയൊക്കെ പറ്റി അങ്ങനെ നിൽക്കുകയാണ്. ഇതും അവിടെ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. വേറെ ചിലർ പറഞ്ഞു ഇത് അയാൾ അങ്ങേയറ്റം വിനയത്തോടു കൂടി ചോദിക്കുന്നതിനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുമാകട്ടെ സഹോദരങ്ങളെ, ഇയാൾ ദേഹമാസകലം പൊടി പുരണ്ടുകൊണ്ട് ജടകുത്തിക്കൊണ്ട് അങ്ങനെ ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരവസ്ഥയിലാണ് ഇയാൾ ചോദിക്കുന്നത്. അത്തരം പ്രയാസം അനുഭവിക്കുന്ന അവസ്ഥയിൽ ചോദിക്കുന്ന പ്രാർത്ഥനക്ക് പ്രത്യേകം ഉത്തരമുണ്ട്. അയാൾ അങ്ങനെയാണ് ചോദിക്കുന്നത്. അയാൾ യുത്തീലു സഫർ അശ്അസ അഗ്ബർ. മൂന്നാമത്തെ കാര്യം അയാളോട് പറഞ്ഞു യമുദ്ദു യദൈഹി ഇലസ്സമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയെ കുറിച്ച് പറയുക, യമുദ്ദു യദൈഹി ഇലസ്സമാ, അയാൾ ആകാശത്തേക്ക് ഇങ്ങനെ കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ. റബ്ബ് സുബ്ഹാനഹു വ തആലയോട് കൈ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. കൈ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാനുള്ള ഒരു കാരണമായി പഠിപ്പിക്കപ്പെട്ടതാണ്. പക്ഷെ അതിന് ചെറിയൊരു തഫ്സീലുണ്ട്, ചെറിയൊരു വിശദീകരണമുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു ദുആ അത് 3 രൂപത്തിൽ സ്ഥിരപ്പെട്ടത് കാണാൻ സാധിക്കും. ദുആയിൽ കൈ ഉയർത്തുക എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് 3 രൂപത്തിലുണ്ട്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൃത്യമായി കൈ ഉയർത്തി കാണിച്ചു തന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറയോ ഹജ്ജോ ഒക്കെ നിർവഹിക്കുന്ന സമയത്ത് സഈ ചെയ്യാൻ വേണ്ടി സഫാ മർവക്കിടയിൽ നടക്കാൻ വേണ്ടി
പുറപ്പെടുമ്പോൾ ആദ്യം സഫയിലേക്ക് എത്തുന്ന സമയത്ത് കൈ ഉയർത്തിക്കൊണ്ട് കാബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് സുന്നത്താണ്, സ്ഥിരപ്പെട്ട കാര്യമാണ്. അതേപോലെ മറവയിലേക്ക് എത്തിയാലും കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. ഇതൊരു സന്ദർഭമാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജംറയിൽ കല്ലെറിയുന്ന സമയത്ത് ജംറത്തുൽ അഖബയിലും ജംറത്തുൽ സുഗ്റയിലും അതുപോലെ ജംറത്തുൽ വുസ്തയിലും ആദ്യത്തേതിലും രണ്ടാമത്തേതിലും കല്ലെറിഞ്ഞതിന് ശേഷം 7 പ്രാവശ്യം കല്ലെറിഞ്ഞതിന് ശേഷം മാറി നിന്നുകൊണ്ട് കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതും സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ ഇപ്പോൾ വളരെ നിരുപാധികം അതൊക്കെ പൂർണ്ണമായ സുന്നത്താണ്, നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന കാര്യമാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് മിമ്പറിൽ നിന്നും കൈ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. മഴയ്ക്ക് വേണ്ടി തേടുന്ന സമയത്ത് കൈ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ അങ്ങേയറ്റം പ്രയാസം കൊടുമ്പിരി കൊണ്ടപ്പോൾ ബദർ യുദ്ധത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗാസ നടത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹു ഖുർആനിൽ പറയുന്നതാണ്, കൈ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എല്ലാം തന്നെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേർക്കുനേരെ സ്ഥിരപ്പെട്ട സുന്നത്തായ കാര്യമാണ്. എന്നാൽ രണ്ടാമത്തേത് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തിയിട്ടില്ല എന്ന് തന്നെ വന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ വെച്ച് ദുആ ചെയ്യുന്ന സമയത്ത് കൈ അവിടുന്ന് ഉയർത്താറില്ലായിരുന്നു എന്നാണ്. ഏതൊഴികെ? ഒന്നാമത്തതിൽ പറഞ്ഞ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒഴികെ. അതുകൊണ്ട് മിമ്പറിൽ വെച്ച് ഒരു ഖതീബ് ഇങ്ങനെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, ഇങ്ങനെ പറഞ്ഞ് കൈ ഉയർത്തി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനോട് എതിരാണ്. അത് സ്വഹാബികൾ തന്നെ താക്കീത് ചെയ്തിട്ടുണ്ട്. ഒരാൾ അങ്ങനെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ വേറൊരു സ്വഹാബി വളരെ ശക്തമായി ആക്ഷേപിച്ചു, അങ്ങനെ ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദുആ ചെയ്യുമ്പോൾ വിരൽ ഇങ്ങനെ ഉയർത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ദുആ ചെയ്യുന്ന ആളുകൾക്ക് വിരൽ ഇങ്ങനെ ഉയർത്തുക എന്നുള്ളത് സുന്നത്താണ്. ഇങ്ങനെ വിരൽ മുകളിലേക്ക് ഉയർത്തുക, അത് മാത്രമേ സുന്നത്തുള്ളൂ. കൈ ഉയർത്താൻ പാടില്ല, ഖതീബ് കൈ ഉയർത്താൻ പാടില്ല. അതുപോലെ മഅ്മൂമിങ്ങളും ഉയർത്താൻ ഇവിടെ ഇരിക്കുന്ന സാമിഈങ്ങളും ഖുതുബ കേൾക്കുന്നവർ ഉയർത്താൻ പാടില്ല. അത് അറിയാത്തത് കൊണ്ടാണ്. പലരും സാധുക്കളായ ആളുകൾ ഇമാം ഉയർത്തിയിട്ടില്ലെങ്കിൽ പോലും അവരെന്ത് ചെയ്യാറുണ്ട്, അവരൊന്ന് ഓട്ടോമാറ്റിക്കായിട്ടൊന്ന് ഇങ്ങനെ ഉയർത്താറുണ്ട്. പക്ഷെ അത് സഹോദരങ്ങളെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. ഖുതുബയിൽ നമ്മൾ ദുആ ചെയ്യുക, വളരെ പതുക്കെ ആമീൻ എന്ന് പറയുക, പക്ഷെ കൈ ഉയർത്തേണ്ടതില്ല. അത് മനസ്സിലാക്കുക. കാരണം അങ്ങനെ സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെ എതിർത്തുകൊണ്ട് വന്നതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫ് ചെയ്യുമ്പോൾ ദുആ ചെയ്തിട്ടുണ്ട്. അവിടെ എവിടെയും കൈ ഉയർത്തിയതായി സ്ഥിരപ്പെട്ടിട്ടില്ല. അത് നമ്മൾ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. റുക്നുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിൽ എത്തുമ്പോൾ അത് പറയാറുണ്ട്. അതാണ് പ്രത്യേകമായ ഒരു പ്രാർത്ഥന. അതുപോലെ തന്നെ മറ്റു ദുആയും നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കാറുണ്ട്. അവിടെ ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന സമയമാണ്. പക്ഷെ അങ്ങനെ സാധാരണഗതിയിൽ നമുക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത് അവിടെ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ അവസ്ഥ സഹോദരങ്ങളെ, ഇങ്ങനെ ചെയ്തു എന്നും വന്നിട്ടില്ല, എന്നാൽ ചെയ്തിട്ടില്ല എന്നും വന്നിട്ടില്ല. അങ്ങനെയുള്ള പൊതുവായ പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. അവിടെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, അവിടെ ഒരാൾക്ക് കൈ ഉയർത്തുകയോ ഉയർത്താതിരിക്കുകയോ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരാൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത് കൂടുതൽ ദുആക്കുത്തരം സ്വീകരിക്കാൻ സാധ്യതയുള്ളതാണ്. കാരണം ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, ഇന്ന റബ്ബക്കും ഹയ്യുൻ കരീം യസ്തഹി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫ്റാ. നിങ്ങളുടെ റബ്ബ് അങ്ങേയറ്റം ഹയ്യാണ്, ലജ്ജിക്കുന്നു. അതുപോലെ തന്നെ കരീമാണ്, ആദരണീയനവനാണ്. യസ്തഹി മിൻ അബ്ദിഹി, അവൻ ഒരടിമയുടെ കാര്യത്തിൽ ലജ്ജിക്കുന്നു. ഇദാ റഫഅ യദൈഹി ഇലൈഹി, അവൻ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിയാൽ അൻ യറുദ്ദഹുമാ സിഫ്റാ, സംപൂജനായി അവനെ മടക്കുക എന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നു? അവൻ ലജ്ജിക്കുന്നു, അവൻ ദുആക്ക് ഉത്തരം നൽകുമെന്നാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ഇവിടെ ഈ വ്യക്തി അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? യമുദ്ദു യദൈഹി ഇലസ്സമാ, ആകാശത്തേക്ക് കരങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ആകാശത്തേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത് ദുആക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള സന്ദർഭമാണ്. പക്ഷെ നമ്മൾ ആ പറഞ്ഞ 3 രൂപത്തിലുള്ള ഇനങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണം. പിന്നീട് പറഞ്ഞ നാലാമത്തെ അവനുള്ളൊരു വിശേഷണം, ദുആക്ക് ഉത്തരം കിട്ടാനുള്ള ഒരു വിശേഷണം അവനിലുണ്ടായത്, അവൻ യാ റബ്ബ് യാ റബ്ബ് എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിളിക്കുന്നുണ്ട്. ഇവിടെ 2 പ്രാവശ്യമാണ് യാ റബ്ബ് യാ റബ്ബ് എന്ന് പറയുന്നത്. പക്ഷേ അറബി ഭാഷയിൽ അങ്ങനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് യുകർറിറുഹ, അത് ആവർത്തിച്ച് പറഞ്ഞു എന്നാണ്.
2 പ്രാവശ്യം പറഞ്ഞു പറഞ്ഞാൽ 2 പ്രാവശ്യം പറഞ്ഞു നിർത്തി എന്നല്ല. യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇടയിലിരുത്തത്തിൽ റബ്ബി ഗുഫിർലി എന്ന് പറയാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം പണ്ഡിതന്മാർ പറയുന്നത് അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 2 പ്രാവശ്യം പറഞ്ഞ് നിർത്താനല്ല. റബ്ബി ഗുഫിർലി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതാണ് 2 പ്രാവശ്യം ആവർത്തിച്ചു എന്ന് പറയുന്നത്. അത് ഒരുപാട് ആവർത്തിച്ചു എന്നതിന്റെ ചുരുങ്ങിയ രൂപത്തിൽ പറയുന്നതാണ് എന്നാണ്. സഹോദരങ്ങളെ, ഇവിടെ അവൻ യാ റബ്ബ് എന്ന് പറഞ്ഞ് അമ്പിയാക്കളുടെ പ്രാർത്ഥനയുടെ മാതൃക സ്വീകരിച്ചിരിക്കുകയാണ്. ഖുർആനിലൊക്കെ നമ്മൾ നോക്കിയാൽ അമ്പിയാക്കളുടെ പ്രാർത്ഥന റബ്ബന വലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന. അതുപോലെ ഇന്നലെ നമ്മൾ ഒരുപാട് അമ്പിയാക്കൾ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയൊക്കെ പറയുന്നത് കേട്ടു. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പ്രാർത്ഥന, സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പ്രാർത്ഥന, ഒരുപാട് പ്രാർത്ഥനകൾ എല്ലാം റബ്ബന റബ്ബി എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് ദുആ പെട്ടെന്ന് ഉത്തരം കിട്ടാനുള്ള ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ നാമങ്ങൾ വിശേഷണങ്ങളൊക്കെ നാമങ്ങൾ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, വിശേഷണങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവെ അങ്ങേയറ്റ റഹ്മത്തുള്ളവരാണ്, നീ എനിക്ക് പുറത്തു തരണം, നീ എനിക്ക് കാരുണ്യം ചെയ്യണം. ഇങ്ങനെ റബ്ബു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ അത് മുൻനിർത്തി, വിശേഷണങ്ങൾ മുൻനിർത്തി നാമങ്ങളൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന സാധ്യതയുള്ള കാര്യമാണ്. അപ്പൊ ഇയാൾക്ക് എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ഇയാൾ യുതീലു സഫർ, ദീർഘമായി യാത്ര ചെയ്യുന്നുണ്ട്. ദുആക്ക് ഉത്തരം കിട്ടാനുള്ള കാരണങ്ങളിൽ പെട്ടതാണ്. അശ്അസ അക്ബർ, അയാൾ അങ്ങേയറ്റം മുടി ജട കുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശരീരം മാസകലം പൊടി പുരണ്ടിട്ടുണ്ട്. അയാൾ സ്വന്തം കാര്യം നോക്കാൻ പോലും പറ്റാത്ത ഒരു ദരിദ്രനായിട്ടുണ്ട്, ആവശ്യക്കാരനായിട്ടുണ്ട്. ദുആക്ക് ഉത്തരം കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു കാര്യമാണ്. യമുദ്ദു യദൈഹി ഇല സമ, അയാൾ ആകാശത്തേക്ക് കരങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ദുആക്ക് ഉത്തരം കിട്ടാനുള്ള സാധ്യതയിൽപ്പെട്ടതാണ്. യാ റബ്ബ് യാ റബ്ബ്, അയാൾ വിളിക്കുന്നുണ്ട് എൻ്റെ റബ്ബേ എൻ്റെ റബ്ബേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, അയാൾക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള ചില കാരണങ്ങൾ കൂടി അയാളിലുണ്ടായിരുന്നു. അതാണ് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വമതഅമുഹു ഹറാം, അയാളുടെ ഭക്ഷണം അത് ഹറാമാണ്. അയാളുടെ ഭക്ഷണം ഹറാമായിരുന്നു. അയാൾ ഈ പറയുന്ന ഉത്തരം കിട്ടാനുള്ള സാധ്യതകളൊക്കെ അയാളിൽ ഒത്തു വന്നിട്ടുണ്ട്. പക്ഷേ അയാളുടെ ഭക്ഷണം ഹറാമായിരുന്നു എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, ഭക്ഷണം ഹറാമാകുക എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം, കഴിക്കുന്ന ഒരു കാര്യം ഹറാമാണെന്ന് പറയുന്നത് അത് പല രൂപത്തിൽ വരാറുണ്ട്. ഒന്ന് അയക്കൂന ഹറാമൻ ബിദാത്തിഹി, സ്വയം നിലക്ക് തന്നെ ഹറാമായ വസ്തുക്കൾ. ഏതുപോലെ ഒരു ചത്ത ഒരു കാര്യം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഹറാമാണ്. അത് നമ്മൾ കഴിച്ചിട്ട് മനഃപൂർവ്വം ചത്തതാണെന്ന് അറിഞ്ഞിട്ട് കഴിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പ്രാർത്ഥന സ്വീകരിക്കില്ല. കാരണം ഹറാമാണ് നമ്മൾ കഴിക്കുന്നത്, പാടില്ല. ഒരാൾ പന്നി മാംസം കഴിക്കുകയാണ്, ഹറാമാണ്, പാടില്ല. അല്ലെങ്കിൽ ഈ കൂർത്ത നഖമുള്ള അങ്ങനെയുള്ള വന്യ ജീവികൾ ഉണ്ടാകും, സിംഹത്തെ പോലെ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ജീവി, അതിനൊരാൾ മനഃപൂർവ്വം കഴിച്ചാലോ അത് കഴിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഹറാമായ സ്വയം നിലക്ക് ഹറാമായ കാര്യങ്ങളുണ്ട്. കുടുങ്ങി ചത്തതും അങ്ങനെ മുങ്ങിച്ചത്തതും ഇങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് കഴിക്കാൻ പാടില്ല. സ്വയം നിലക്ക് ഹറാമായ കാര്യമാണ്. രണ്ടാമത് പണ്ഡിതന്മാർ പറയുന്നു അയ്യക്കൂന ഹറാമൻ ലിഅദമി ഇദ്നി സാഹിബിഹി, ആ വസ്തു നല്ല തന്നെയാണ്, പക്ഷെ വേറൊരാളുടെ അനുമതി ഇല്ലാതെ, വേറൊരാളുടെ വസ്തു അയാളുടെ അനുമതി ഇല്ലാതെ എടുത്തുകൊണ്ട് പോകും. ഏതുപോലെ അപ്പുറത്തെ വീട്ടിലുള്ള ഒരു കോഴിയെ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നു, ബിസ്മില്ലാ എന്ന് പറഞ്ഞ അർത്ഥു, അത് കഴിച്ചാലോ ഹറാമാണ്. കോഴി കുഴപ്പമില്ലായിട്ടല്ല, അറവ് ശരിയായിട്ടും അല്ല, മറിച്ച് വേറൊരാളുടെ സാധനമാണത്, ഇത് പാടില്ല. മോഷ്ടിച്ചു കൊണ്ടുവരിക, ആ രൂപത്തിലൊക്കെ എടുത്തു കൊണ്ടുവരിക, ഇത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ല. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അവൻ ഈ പരിധിയിൽ പെടുമ്പോൾ മതഅമുഹു ഹറാം, അവൻ കഴിച്ചത് ഹറാമാണെന്ന് പറയും. ഈ രണ്ട് കാര്യവും സഹോദരങ്ങളെ പണ്ഡിതന്മാർക്ക് ഇജ്മാ ഉള്ള കാര്യമാണ്. ഇത് ഹറാമാണ്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ ദുആക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയില്ലാത്ത ഹറാമായ കാര്യമാണ് എന്നുള്ളതിൽ സംശയമില്ല. മൂന്നാമത്തൊരു വകുപ്പുണ്ട്, മായക്കൂനു മുഹറമൻ ലികസ്ബിഹി, ഒരാളുടെ കസ്ബ് സമ്പാദ്യത്തിലൂടെ കലർന്നു വരുന്ന ഹറാം. ഏതുപോലെ ഒരാൾ കച്ചവടക്കാരനാണ്, അയാൾ ഹറാമായ ചില വസ്തുക്കൾ വിൽക്കുന്നു. ഏതുപോലെ ദുഹാൻ, സിഗരറ്റ് വിൽക്കുന്നു, അങ്ങനെ പൈസ കിട്ടുന്നുണ്ട്. സിഗരറ്റ് കിട്ടുന്നു, അയാൾ അങ്ങനെ പൈസ കിട്ടുന്നുണ്ട്. സിഗരറ്റ് ഹറാമാണെന്നുള്ളത് സഹോദരങ്ങൾ സംശയമില്ല. ദീനിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ ലാ ദററ വലാ ദിറാർ, ഭദ്രവും മറ്റുള്ളവർക്ക് ഭദ്രവും ഏൽപ്പിക്കുക, അത് ദീനിലില്ല എന്നാണ്. ചെറിയ വയറ്റിനകത്ത് കഴിയുന്ന ഗർഭസ്ഥ ശിശുവിന് പോലും ഈ സിഗരറ്റിന്റെ ഉപദ്രവമുണ്ട് എന്ന് പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനേക്കാൾ വലിയ ഉപദ്രവമുണ്ടോ? സ്വന്തത്തിന് എന്നല്ല, അയാളുടെ ഭാര്യയുമായി ഏർപ്പെടുന്ന സമയത്ത്
ഭാര്യയുമായി സംവദിക്കുന്ന സമയത്ത് ഭാര്യയിലൂടെ ഗർഭസ്ഥ ശിശുവിന് വരെ ഇതിൻ്റെ ഉപദ്രവമുണ്ട് എന്ന് പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതൊരു ഉപദ്രവമുള്ള ഹറാമായ കാര്യമാണെന്ന് വേറൊരു തെളിവ് ആവശ്യമില്ല. അത്രക്കും വലിയ അപകടം പിടിച്ച ഒരു കാര്യമാണ്. ഇങ്ങനെ ഹറാമായ ഒരു കാര്യം ഒരാൾ വിൽക്കുകയാണ് എങ്കിൽ സഹോദരങ്ങളെ, പണ്ഡിതന്മാർ ബഹുഭൂരിപക്ഷവും പറയുന്നത് അങ്ങനെയുള്ള സമ്പാദ്യം അത് ഹറാമായി തീരുന്നതാണ്. അത് അയാൾ അങ്ങനെ കഴിക്കുന്നത് സമ്പാദ്യം ഹറാമാകാനുള്ള സാധ്യത തന്നെയാണത്. മത്അമുഹു ഹറാം എന്ന് പറയുന്നതിൽ പെടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നാലാമത്തെ വിഭാഗം സഹോദരങ്ങളെ, മാക്കാന ഹറാമൻ ലിസബബിഹി, അത് ഹറാമാകാനുള്ള ചില കാരണങ്ങൾ അയാളിലുണ്ടായി, ഹറാമാകാനുള്ള ചില കാരണങ്ങളായിട്ട് സമ്പാദ്യത്തിലുണ്ടായി. ഏതുപോലെ ഒരാൾ പലിശ എഴുതുന്നതുമായി ബന്ധപ്പെട്ട്. നാലാമത്തെ ഇനം സഹോദരങ്ങളെ, ഹറാമായ സമ്പാദ്യം അല്ലെങ്കിൽ ഹറാമായ മത്അം ഭക്ഷണം, അത് മാക്കാന ഹറാമൻ ലിസബബിഹി, അതായത് അത് ഹറാമാകാൻ ചില കാരണങ്ങൾ അതിൻ്റെ ഇടയിൽ വന്നു. ഏതുപോലെ ഒരാളൊരു പലിശ ട്രാൻസാക്ഷനിൽ ഏർപ്പെട്ടു. ഒരാൾ പലിശ എഴുതുന്ന ഒരു അക്കൗണ്ടൻ്റാണ്. ഇയാളുടെ പണി അവിടെ നടക്കുന്ന കമ്പനിയിൽ നടക്കുന്ന പലിശ ഇടപാടുകൾ, പലിശ കമ്പനി എടുക്കുന്നു, പലിശ കമ്പനി അടക്കുന്നു, അതുപോലെ പലിശക്ക് കൊടുക്കുന്നു, ഇങ്ങനെ എന്തുമാകട്ടെ ഇത് എഴുതേണ്ട ഒരു ബാധ്യത അവിടെയുള്ള ഒരു അക്കൗണ്ടന്റിനുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ഒരാൾക്കുണ്ട് എങ്കിൽ അയാൾക്ക് അതിലൂടെ കിട്ടുന്ന സമ്പാദ്യം സഹോദരങ്ങളെ മാക്കാന ഹറാമൻ ലിസബബിഹി എന്ന ഇനത്തിലാണ് പെടുക. അതും ഈ പറയുന്ന മത്അംഹു ഹറാം എന്ന് പറയുന്നതിൽ ഉൾപ്പെടും എന്നാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഈ നാല് തഖ്സീമിൻ്റെയും ഉപകാരം പിന്നീട് അത് വരുന്നുണ്ട്. എന്തിനാണ് ഈ 4 രൂപത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് എന്നുള്ളത് പറഞ്ഞു തരാം. ഈ 4 രൂപത്തിലാണ് സമ്പാദ്യം. ഒന്നുകിൽ സ്വന്തം നിലക്ക് ദാത്ത് തന്നെ ഹറാമായ ചത്ത മൃഗങ്ങൾ പോലെയുള്ളത്. 2, മറ്റൊരാളുടെ പെർമിഷൻ ഇല്ലാതെ നമ്മളെടുത്ത നല്ല വസ്തു, ഹലാലായ വസ്തു, അതും ഹറാമാണ്. അത് നമ്മൾ അറുത്ത് കഴിച്ചാലും നമ്മൾ ഈ പറഞ്ഞ ഹറാം കഴിച്ച കൂട്ടത്തിൽപ്പെടും. 3, നമ്മുടെ സമ്പാദ്യത്തിൽ വരുന്നതാണ്, ഹറാമായ എന്തെങ്കിലുമൊക്കെ വിറ്റിട്ട് നമുക്ക് കിട്ടുന്ന പൈസ, അതും. 4, നമ്മൾ ഹറാമായത് വിൽക്കുന്നുമില്ല, ഹറാമായത് വാങ്ങുന്നുമില്ല, പക്ഷെ നമ്മൾ ഹറാമായൊരു സബബ് അവിടെ ചെയ്യുകയാണ്. പലിശ ഒരു ഉദാഹരണമാണ്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന സമ്പാദ്യം ഇതെല്ലാം മത്അംഹു ഹറാം എന്നതിൽപ്പെടും. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വമശ്റബുഹു ഹറാം. ഇവന് ഉത്തരം കിട്ടാത്തതിന് മറ്റൊരു കാരണം കൂടി അവനിലുണ്ട്. അവൻ്റെ പാനീയവും കുടിക്കുന്നതൊക്കെ ഹറാമാണ്. ഇതും ഈ പറഞ്ഞ 4 ഇനത്തിന് നമ്മൾ ആലോചിക്കുക. സ്വയം നിലക്ക് ഹറാമായ കള്ളു പോലെയുള്ള കാര്യങ്ങളുണ്ടാകും. ഇനി വല്ല കാര്യങ്ങളാകട്ടെ, മറ്റൊരാളുടെ കടയിൽ നിന്ന് നമ്മൾ ഫ്രൂട്ട്സ് എടുത്ത് കട്ടെടുത്തുകൊണ്ട് വന്നു, അത് ജ്യൂസ് അടിച്ചു കുടിച്ചാലും അത് ഹറാമാണ്. കാരണം അവൻ്റെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ കട്ടെടുത്ത് കൊണ്ടുവന്നതാണ്, അത് ഹറാമാണ്. അതേപോലെ 3ാമത്തത് നമ്മൾ സിഗരറ്റും ഹറാമുകളൊക്കെ വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ കുടിക്കുന്നു, അതും ഹറാമാണ്. 4ാമത്തത് ഈ പലിശ പോലുള്ള കാര്യങ്ങൾ കൊണ്ട് കുടിക്കുന്നു, അതും ഹറാമാണ്. വമൽബസുഹു ഹറാം. 3ാമതൊരു കാരണം കൂടിയുണ്ട് ഉത്തരം കിട്ടാത്തത്. അത് സഹോദരങ്ങളെ, അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രവും ഹറാമാണ്. ഇതും അതുപോലെ തന്നെ പട്ടുവസ്ത്രം പുരുഷന് ഹറാമാണ്. ആ രൂപത്തിൽ ഹറാമായ വസ്ത്രം ധരിക്കുന്നത് ഉണ്ടാകാം. അതേപോലെ തന്നെ ഈ പറയുന്ന എല്ലാ രൂപത്തിൽ 4 ഇനങ്ങളിലും ഈ മൽബസും സഹോദരങ്ങൾ, അവൻ്റെ വസ്ത്രവും ഹറാമായിട്ടാണ് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം എന്നാൽ അവനെക്കുറിച്ച് പറഞ്ഞത് വഗുദിയ ബിൽ ഹറാം, അവൻ ഹറാമിൽ ഊട്ടപ്പെട്ടവനാണ്. ഒന്നുകൂടി ആവർത്തിച്ച് പറയലാണ്. കാരണം ഭക്ഷണവും വെള്ളവും ഒക്കെ അവൻ ഊട്ടുന്ന കാര്യം തന്നെയാണ്, അത് പറഞ്ഞും കഴിഞ്ഞു. പക്ഷെ ഒന്നുകൂടി പറയണം, അവൻ അത്രക്കും ഹറാമിൽ മുങ്ങിക്കുളിച്ചിട്ടുണ്ട്. വഗുദിയ ബിൽ ഹറാം. ചില പണ്ഡിതന്മാർ ഗുദിയ എന്ന് ശബ്ദോടുകൂടിയും വായിച്ചിട്ടുണ്ട്. 2 വായനയും അതിനുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. വഗുദിയ ബിൽ ഹറാം, അവൻ ഹറാമിലൂട്ടപ്പെട്ട ഒരുവനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സഹോദരങ്ങളെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഹറാമൊന്നും ഈ പറയുന്ന 4 രൂപത്തിലും സമ്പാദിക്കുന്നില്ല, നമ്മൾ സമ്പാദിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ സമ്പാദിക്കുന്ന ഒരു വ്യക്തി നമുക്ക് തന്നു കഴിഞ്ഞാൽ, പാനീയമാകട്ടെ ഭക്ഷണമാകട്ടെ, അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ? അത് നമ്മൾ കഴിച്ചാൽ നമ്മളും ഈ ഗണത്തിൽ പെടുമോ ഇല്ലേ എന്നുള്ളതാണ് അറിയേണ്ടത്. പണ്ഡിതന്മാർ ഈ പറഞ്ഞ വിശദീകരണം പറയാണ്. ഒന്ന്, അവൻ തരുന്ന വസ്തു അത് ഹറാമൻ ലിദാത്തിഹി ആണെങ്കിൽ അവൻ ചത്തത് നമുക്ക് കൊണ്ടുതരികയാണ്. അവൻ ചത്തത് അവൻ കഴിക്കുന്നു എന്ന് മാത്രമല്ല, അത് ഈ പറഞ്ഞ അവനും ഹറാമായി. അവൻ നമുക്ക് കൊണ്ടുതരികയാണ്. നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ല. ഇജ്മാ ഉള്ള കാര്യമാണ്. ഒരാൾ ഹറാമായ മയ്യിത്ത് എടുത്തുകൊണ്ട് തരികയാണ്, അല്ലെങ്കിൽ കുടുങ്ങിച്ചത്തത് എടുത്തുകൊണ്ട് തരികയാണ്, അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള സിംഹത്തിനോ മറ്റോ ഒക്കെ പുലിയോ ഒക്കെ അറുത്തിട്ട് കൊണ്ടുതരികയാണ്. ഇത് നമുക്ക് കഴിക്കാൻ പറ്റാത്തതാണ്, ഇതെടുത്തു കൊണ്ട് തന്നാൽ ഹറാം കഴിക്കാൻ പാടില്ല, അത് ഇതിൽ പെടുമെന്നുള്ളതിൽ സംശയമില്ല. 2ാമത്തത് സഹോദരങ്ങളെ, വേറൊരാളുടെ പെർമിഷൻ ഇല്ലാതെ എടുത്തുകൊണ്ട് തന്നാലും അതും കഴിക്കാൻ പാടില്ല. ഇപ്പം ഏതുപോലെ ഒരു
ഭാര്യക്കാരൻ ഭർത്താവ് കള്ളനാണ്, അയാൾ അപ്പുറത്തെ വീട്ടിൽ കോഴി കട്ടുണ്ടെന്നാണ്, അയാളും കഴിക്കുന്നു, എന്നിട്ട് അയാൾ ഭാര്യയോട് നീയും കഴിച്ചോളൂ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മോഷ്ടിച്ചോ ഇല്ല, പക്ഷെ മോഷ്ടിച്ചതാണ് നമുക്കറിയാം എങ്കിലോ നമുക്കത് കഴിക്കാൻ പാടില്ല. ഇതിന് പണ്ഡിതന്മാർ വേറെയും പറ്റില്ല. ഒരാൾ വലിയ മോഷ്ടാവാണ്, അയാൾ ധാരാളം സമ്പത്ത് മോഷ്ടിച്ചുണ്ടാക്കിയതാണ്. ആ സമ്പത്ത് മക്കൾക്ക് അനന്തരം എടുക്കാൻ പാടില്ല. കാരണം അനന്തര സ്വത്ത് അത് ഹലാലായിരിക്കണം. ഇങ്ങനെ മോഷ്ടിച്ചെടുത്ത, മറ്റൊരാളുടെ പറമ്പൊക്കെ മോഷ്ടിച്ചെടുത്തു, ആരും ഇല്ലാത്ത കാലത്ത് മറ്റൊരാളുടെ ഒക്കെ പറ്റിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം അന്ന് ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല. ചിലപ്പോൾ ആ തറവാട്ടുകാരൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും. ഇപ്പോൾ തൊട്ടപ്പുറത്തെ തറവാട്ടുകാരെ അതിൻ്റെ കുടുംബമൊക്കെ വേറെ ജീവിക്കുന്നുണ്ടാവും, പക്ഷെ അവർക്കാർക്ക് പറയുന്നുണ്ടാവില്ല, അവരുടെ പേപ്പറും ഉണ്ടാവില്ല. അപ്പം അതൊക്കെ മോഷ്ടിച്ചിട്ട് അങ്ങനെ അനന്തരം നമുക്ക് എടുക്കാൻ പാടില്ല. മോഷ്ടിച്ചിട്ടാണ് അത് എങ്കിൽ സഹോദരങ്ങളെ അത് പാടില്ല. ഈ രണ്ട് കാര്യത്തിലും ഇജ്മാ ഉള്ള കാര്യമാണ്. മൂന്നാമത്തേത് മാക്കാന മുഹറമൻ ലികസ്ബിഹി. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരാൾ സിഗരറ്റ് വിറ്റിട്ടൊക്കെ അയാളുടെ കയ്യിൽ പൈസ ഉണ്ടാവും, അയാളുടെ കയ്യിൽ നിന്നും അയാളുടെ വീട്ടിൽ പോയി നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അങ്ങനെയുള്ള ആളുകളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. താബിഈങ്ങളിൽപ്പെട്ട പല ആളുകളും അത് പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരക്കാരായ ആളുടെ സമ്പാദ്യം മക്കൾക്ക് അനന്തരവും എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പല പണ്ഡിതന്മാരും അത് ഹറാമാണ്, അത് എടുക്കരുത്, അങ്ങനെയുള്ള ഹറാമായിട്ട് സമ്പാദ്യം ഉണ്ടാക്കുന്ന ആളുടെ അടുക്കൽ പോയി ഭക്ഷണം കഴിക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫ്ളഹുല്ലാ അദ്ദേഹം പറയാണ്, നമുക്ക് ഹക്കുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം, നമുക്ക് കിട്ടേണ്ടതായ എന്തെങ്കിലും കാര്യമാണെങ്കിൽ അത്തരക്കാരുടെ സമ്പാദ്യത്തിൽ നിന്ന് നമുക്ക് എടുക്കാം, അത് തെറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് ഇവിടെ മൂന്നാമത്തെ ഇനമാണ്, അയാൾ എന്ത് ചെയ്യാണ്, അയാളുടെ എന്തെങ്കിലും ഹറാമ് വിറ്റിട്ടും മറ്റുമൊക്കെ ആയിട്ട് അയാൾക്ക് സമ്പാദ്യം കിട്ടുന്ന കാര്യമാണ് പറയുന്നത്. നാലാമത്തത് മാക്കാന മുഹറമൻ ബിസബബിഹി. അയാളുടെ ഒരു കാരണം, നമ്മൾ നേരത്തെ പരിശീലത്തുകാരൻ്റെ കാര്യം പറഞ്ഞു, ആ സബബ് കാരണത്താൽ ഹറാം സമ്പാദിച്ച ആളുകൾ, അയാളുടെ കയ്യിൽ നിന്നും നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഒരു പലിശയുടെ ജോലി എഴുതിയ ഒരു വ്യക്തി, അയാളുടെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഇവിടെ പണ്ഡിതന്മാർക്കിടയിൽ പിന്നെയും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫ്ളഹുല്ലാ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് അത് അനുവദനീയമാണ് എന്ന് തന്നെയാണ്. അയാൾ തരാൻ പോകുന്ന കാര്യം അത് ഹറാമല്ലാതെ നിന്നാൽ മതി. അതിന് ഉദാഹരണമായി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാരുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇടപാട് നടത്തിയിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ജൂതന്മാരുടെ മിക്ക സമ്പത്തും പലിശയുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്ന കാര്യം അത് നേർക്ക് നേരെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഇനത്തിൽ പെട്ടില്ല എന്ന് ഉറപ്പിച്ചു. മോഷ്ടിച്ചു കൊണ്ടുവന്നതുമല്ല, സ്വന്തം നിലക്ക് ഹറാമുമല്ല. എന്നാൽ ഈ പറയുന്ന സബബിലൂടെ ഉണ്ടായിട്ടുള്ള നിലക്കാണ് അയാളുടെ സമ്പത്ത് ഹറാമായത് എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് അയാൾ വല്ല ഭക്ഷണവും കൊണ്ട് തന്നാൽ നമുക്കത് കഴിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് പറയുന്നത്. ഇത് എല്ലാം പൂർണ്ണമായി അയാളുടെ സമ്പത്ത് ഹറാമാകുന്ന സാഹചര്യത്തിലാണ് പറയുന്നത്. ഇനി ഒരാളുടെ സമ്പത്ത് മുഹല്ലത്താണ്, അത് മിക്സ് ആയിട്ടാണുള്ളത്, ഹറാമും ഹലാലും ഒക്കെ വരുന്ന ആളുണ്ട്, അല്ലെങ്കിൽ ഹറാമും വരും. അല്ല, ഞാൻ പറയുന്ന മൂന്നാമത്തേന് ഒരാൾ സിഗരറ്റ് മാത്രം വിൽക്കുന്ന ഒരാളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സിഗരറ്റ് മാത്രമാണ് അയാൾ പണി തന്നെ സിഗരറ്റ് വിറ്റിട്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് അയാളുടേതാണ് നമ്മൾ പറഞ്ഞത്. മൂന്നാമത്തെ ഇനം അത് കഴിക്കുന്നത് നമുക്ക് കുറ്റം ഇല്ല എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ അനന്തരാവകാശിക്ക് അത് എടുക്കാമെന്നുള്ള നിലക്ക്. പക്ഷേ അയാൾക്ക് എന്താണ്, അയാൾ കഴിക്കുന്നത് ഹറാമാണെന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞു. അയാളുടെ ഭക്ഷണമൊക്കെ ഹറാമാണ്, മറ്റൊരാൾക്ക് എടുക്കുന്നതിൽ കാര്യമാണ് പറഞ്ഞത്. എന്നാൽ ഒരാളുടെ സമ്പാദ്യം ഹറാമും ഹലാലും അത് കൂടിക്കലർന്നതാണ് എങ്കിൽ അത് സഹോദരങ്ങളെ അത് അനുവദനീയമാണെന്നുള്ളത് ഇത്തിഫാക്കുള്ള കാര്യമാണ്, അനുവദനീയമാണ്. ഒരാൾക്ക് ഹറാമായ സമ്പാദ്യമുണ്ട്, ഹലാലായ സമ്പാദ്യമുണ്ട്, അയാൾ വീട്ടിൽ ഭക്ഷണത്തിന് വിളിച്ചാൽ നമുക്ക് കഴിക്കാം, അത് കുഴപ്പമില്ല, അയാൾ കൊണ്ടു തന്നാൽ അത് കഴിക്കാം, അത് പ്രശ്നമുള്ള കാര്യമല്ല. അയാൾക്കെല്ലാം നിലക്കുള്ള സമ്പാദ്യമുണ്ട് എങ്കിൽ അത് പ്രശ്നമുള്ള കാര്യമല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. നമ്മൾ ആദ്യം 4 പറഞ്ഞത് സ്വന്തം ത്തിന്റെ കാര്യമാണ്. ഈ പറഞ്ഞ ഏത് രൂപത്തിൽ സമ്പാദിച്ചാലും മത്താമുഹും മൽബസും മഷ്റബൊക്കെ ഹറാമാണെന്നാണ്. രണ്ടാമത് നമ്മൾ 4 ഇനങ്ങൾ പറഞ്ഞത് നമുക്ക് മറ്റൊരാൾ കൊണ്ടു തന്നു കഴിഞ്ഞാൽ അവിടെ ആദ്യത്തെ 2 ഇനങ്ങളാണ് ഇജ്മാഓടുകൂടി പണ്ഡിതന്മാർ ഹറാമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ബാക്കി പറയുന്ന ആ സമ്പാദ്യത്തിലൂടെ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ കാരണത്തിലൂടെ ഉണ്ടാക്കിയതോ ആണ് എങ്കിൽ ഖിലാഫുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പല പണ്ഡിതന്മാരും അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരാൾക്ക് വറഇന്റെ ഭാഗത്തിൽ വളരെയധികം സൂക്ഷ്മത കാണിക്കണം എന്നുള്ള ഒരാഗ്രഹമുള്ള ഒരാൾക്ക് അത്തരം കാര്യങ്ങൾ വിട്ടുനിൽക്കുന്നത് കൊണ്ട് അത് നല്ലത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ഫഅന്നാ യുസ്തജാബു ലിദാലിക്. എങ്ങനെയാണ് അവന് ഉത്തരം ചെയ്യപ്പെടുക? ഫഅന്നാ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധ്യത വിദൂരമാണ്, ബഈദ് എന്നാണ് പറയുന്നത്. മുസ്തഹീൽ എന്ന് പണ്ഡിതന്മാർ പറയുന്നില്ല, ഉത്തരം കിട്ടുന്നില്ല എന്ന് പറയുന്നില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ കാഫിറിന് പോലും എന്ത് ചെയ്യാറുണ്ട്, ഉത്തരം നൽകാറുണ്ട്. കാഫിർ നീ പറയുന്ന പല ഹറാമുകളും ഉണ്ടാകും,
പക്ഷെ സാധ്യത വളരെ കുറവാണ്. അതാണ് ഫഅന്നാ യുസ്തജാബു ലിദാലിക് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവന് ഉത്തരം കിട്ടാനുള്ള സാധ്യത വളരെയധികം കുറവാണ് എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കൂ, അയാൾക്ക് ഉത്തരം കിട്ടേണ്ട സാധ്യതകൾ എന്തൊക്കെ വന്നു? യുത്തീലു സഫർ, ദീർഘമായ യാത്ര. അഷ്അസ് അഗ്ബർ, അയാൾ മുടി പുരണ്ട് ജടകുത്തിയിരിക്കുന്നു, ദേഹമാസകലം പൊടി പുരണ്ടിരിക്കുന്നു. യമുദ്ദു യദൈഹി ഇല സമാ, ആകാശത്തേക്ക് കരങ്ങൾ ഉയർത്തിയിരിക്കുന്നു. യാ റബ്ബി യാ റബ്ബ്, എൻ്റെ റബ്ബെ എൻ്റെ റബ്ബെ എന്ന് പറയുന്ന 4 ഉത്തരം കിട്ടാനുള്ള കാരണങ്ങൾ വന്നിരിക്കുന്നു. എന്നാൽ ഉത്തരം കിട്ടേണ്ട കാരണത്തിൽപ്പെട്ട ഹലാലായ ഭക്ഷണം എന്നുള്ളത് അയാൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടാനുള്ള കാരണത്തിൽപ്പെട്ടതാണ് ഭക്ഷണം ഹലാലായിരിക്കുക. ആ പാഠവും നമുക്കിതിലുണ്ട്. അയാൾക്ക് ഉത്തരം കിട്ടാണ്ടായത് ഭക്ഷണം ഹറാമായിപ്പോയി, അയാളുടെ പാനീയം ഹറാമായിപ്പോയി, അയാളുടെ വസ്ത്രം ഹറാമായിപ്പോയി, ഹറാമിലൂട്ടപ്പെട്ടു. ഇതെല്ലാം കൂടി വന്നപ്പോൾ ബാക്കിയുള്ള അയാൾക്ക് ഉത്തരം കിട്ടേണ്ട സാധ്യതകൾ കൂടി അവിടെ ഇല്ലാതായിത്തീരുകയാണ്. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടണമെങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞത്, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. ത്വയ്യിബാണ് അല്ലാഹു തആല, നല്ലവനാണ്, നല്ലതേ സ്വീകരിക്കുകയുള്ളൂ. ഹറാം ചെയ്തിട്ട് ഹറാമായ സമ്പാദ്യം എടുത്തിട്ട് ആളുകൾക്ക് കൊടുത്തിട്ടോ സദക്ക ചെയ്തിട്ടോ സ്വീകരിക്കൂല. ആളുകളുടെ അടുത്ത് മോഷ്ടിച്ചിട്ട് തട്ടിപ്പറിച്ചിട്ട് ഇങ്ങനെ ഹറാമുകൾ വിറ്റിട്ട് ഹറാമായ വരുമാന മാർഗങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ സദക്കൊക്കെ കൊടുത്താൽ നന്നാകും എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുക്കാത്ത മുസ്ലിയാക്കന്മാരും ഉണ്ട്. അവനറിയാം അവൻ്റെ കൂടെയുള്ള ആൾക്ക് ഒരുപാട് പലിശ കച്ചവടമുണ്ട്, പറഞ്ഞു കൊടുക്കൂല. കാരണം എന്താണ്? ഇവൻ്റെ പിരിവിട്ടണം, ഇയാളെ കയ്യിൽ നിന്ന് പിരിവിട്ടണം. ഇയാളോട് പോയിട്ട് നീ ചെയ്യുന്നതിൽ ഹറാമുണ്ട് കേട്ടോ, ആ ചെയ്യുന്ന ഹറാമുണ്ടെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് പിരിവിട്ടൂല. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ എത്ര സമ്പാദിച്ചാലും അത് കൊടുത്താലും നമ്മുടെ സമ്പത്തിൽ ഹറാമ് കലർന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. ഇന്നല്ലാഹ ത്വയ്യിബ് ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. ത്വയ്യിബായതല്ലാതെ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഹദീസിൽ പറഞ്ഞത്. എന്ത്? ദുആ ചെയ്താൽ ഉത്തരം കിട്ടുന്നില്ല. ഒരു ഉദാഹരണമാണത്. എല്ലാത്തിലും അങ്ങനെ തന്നെ. ഒരു ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടും ത്വയ്യിബായ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട്, ത്വയ്യിബായ വെള്ളം കുടിക്കാത്തത് കൊണ്ട്, ത്വയ്യിബായ വസ്ത്രം ധരിക്കാത്തത് കൊണ്ട്, ഹറാമ് കലർന്നത് കഴിച്ചത് കൊണ്ട് ഉത്തരം കിട്ടാത്ത ഒരു ഉദാഹരണം പറഞ്ഞു തന്നത് എല്ലാത്തിലും ബാധകമാണ്. നമ്മുടെ വിശ്വാസം ത്വയ്യിബല്ലെങ്കിൽ സ്വീകരിക്കൂല, നമ്മുടെ അമലുകൾ ത്വയ്യിബല്ലെങ്കിൽ സ്വീകരിക്കൂല, നമ്മുടെ പ്രവർത്തനങ്ങൾ ത്വയ്യിബല്ലെങ്കിൽ സ്വീകരിക്കുകയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ത്വയ്യിബല്ലാത്തത് വേണ്ടതില്ല. അവൻ ത്വയ്യിബാണ്. ഇന്നല്ലാഹ ത്വയ്യിബ് ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ എന്നാണ് പറയുന്നത്. അതാണ് ഈ ഹദീസിനെ കുറിച്ച് ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ വിശാല അർത്ഥത്തിലുള്ള ഹദീസാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, വിശ്വാസ കാര്യങ്ങൾ മുതൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മുതൽ സംസാരം മുതൽ എല്ലാ മേഖലയിലും നമ്മൾ ചിന്തിക്കേണ്ട, നമ്മുടെ മനസ്സിലെപ്പോൾ ഒരു ഫിക്ർ ഉണ്ടാകേണ്ട കാര്യമാണ്, ഇത് ത്വയ്യിബനാണോ? കാരണം ത്വയ്യിബൻ അല്ലാഹ് സ്വീകരിക്കൂല. ഇതുണ്ടാക്കിയത് ത്വയ്യിബാണോ എന്നെപ്പോഴും ചിന്ത വേണം. കാരണം എങ്ങനെയെങ്കിലും ഒക്കെ അമൽ ചെയ്തിട്ട് കാര്യമില്ല, എങ്ങനെയെങ്കിലും ഒക്കെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ത്വയ്യിബല്ലെങ്കിൽ, ഹറാമിൻ്റെ അംശത്തിൽ നിന്ന് മുക്തമല്ലെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഇത് സ്വീകരിക്കുകയില്ല എന്നാണ് പറയുന്നത്. അത് റബ്ബിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച് കൊടുത്താൽ പോലും അല്ല. ഒരാൾക്ക് പലിശപ്പണം ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, പലിശപ്പണം നമ്മൾ ദറൂറത്തിൻ്റെ കേസിൽ നിർബന്ധിത സാഹചര്യത്തിൽ നമ്മുടെ അക്കൗണ്ടിൽ വന്നാൽ നമ്മളത് കൂലിയിട്ടൊന്നും പ്രതീക്ഷിച്ച് കൊടുക്കാൻ പറ്റില്ല, അത് ഒഴിവാക്കാനേ പറ്റുള്ളൂ. പലിശപ്പണം ഒഴിവാക്കേണ്ടതായ രൂപമുണ്ട്. അവിടെ ഒഴിവാക്കുന്ന സമയത്ത് നമുക്ക് നിയ്യത്ത് പ്രതിഫലം അല്ല, കാരണം അല്ലാഹ് സ്വീകരിക്കൂലത്. പലിശപ്പണം നമ്മൾ ഒഴിവാക്കണം, നമ്മൾ തഖല്ലുസിൻ്റെ നിയ്യത്താണ്, ഇത് ഒഴിവാകണം, രക്ഷപ്പെടണം. ഇതെൻ്റെ വയറ്റിൽ പോകാൻ പാടില്ല, അപ്പോൾ കറക്റ്റ് കണക്ക് കൂട്ടിയിട്ട് എൻ്റെ അക്കൗണ്ടിൽ ഇത്ര വന്നിട്ട് അത് കൊടുത്തേക്കണം, പൊതുവായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിന്, മറ്റൊരാളുടെ ആവശ്യത്തിന് എന്ന രൂപത്തിലാണ്. അല്ലാതെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കുക. ഇതാണ് ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏതാനും പാഠങ്ങൾ. അല്ലാഹു തആല കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാനും ഗ്രഹിക്കാനും ത്വയ്യിബായ വിശ്വാസം വെച്ച് പുലർത്താനും നമ്മുടെ സംസാരങ്ങൾ ത്വയ്യിബാകാനും നമ്മുടെ പ്രവർത്തനങ്ങൾ ത്വയ്യിബാകാനും നമ്മുടെ വെള്ളവും ഭക്ഷണവും നമ്മുടെ മുഴുവൻ കാര്യങ്ങളും ഏറ്റവും വിശിഷ്ടമായതാകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.